أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. صدق الله العلي العظيم. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ യൂസുഫ് 77-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും വളരെ നമ്മൾ അതിൻ്റെ വേർഡ് മീനിങ് എടുത്താൽ നമുക്ക് തോന്നും ഇറ്റ്സ് പ്രെറ്റി സ്ട്രൈറ്റ് ഫോർവേഡ് ആണെന്ന് തോന്നും. പക്ഷേ ദർ ആർ എ ലോട്ട് ഓഫ് ഡീപ്പ് ആൻഡ് പ്രൊഫൗണ്ട് ലെസൺസ് ഇൻ ദിസ് വേഴ്സ് ആൾസോ. ഈ ആയത്തിലും സൂറത്ത് യൂസുഫിൽ ഇതുവരെ നമ്മൾ പഠിച്ചു പോകുന്ന മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് അഗാധമായ നമുക്ക് വേണ്ട ജീവിത സന്ദേശങ്ങൾ ഉള്ളതുപോലെ ഈ ആയത്തിലും ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം അർത്ഥം ഒന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ ലെസൺസിലേക്ക് പോവാം. കാലു, അവർ പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചത്? കളവ് പിടിക്കപ്പെട്ടു, അല്ലെ? കളവ് എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിൽ ഇടണം കേട്ടോ. കളവ് പിടിക്കപ്പെട്ടു. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കളവ് നടന്നിട്ടില്ല. പക്ഷെ ഈ ബ്രദേഴ്സിന്, ഈ സഹോദരങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എന്താ? അവിടെ ഒരു കളവ് നടന്നു എന്നതാണ്. അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളത് യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ കളവ് പിടിക്കപ്പെട്ടപ്പോ അവര് പറഞ്ഞു ഈ യസ്രിഖ്, ഇവൻ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ, പദങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കോട്ടാ. ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല, ഇവൻ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഈ യസ്രിഖ് ഫഖദ് സറഖ, തീർച്ചയായും മോഷ്ടിച്ചിട്ടുണ്ട്, അഖുൻ ലഹു, അവന്റെ ഒരു സഹോദരൻ, മിൻ ഖബ്ലു, ഇതിനു മുമ്പ്. ആരാണ് ആ സഹോദരൻ? യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. ഇവൻ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഈ മോഷ്ടിക്കുക എന്നുള്ളത് ഇവന്റെ സ്വഭാവമാണെങ്കിൽ, ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ, ഇവനൊരു ബ്രദർ ഉണ്ടായിരുന്നു, അവനും മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഓക്കെ. ഫഅസറഹ യൂസുഫു ഫീ നഫ്സി, അപ്പോൾ ഫഅസറഹ, അദ്ദേഹം അത് ഹൈഡ് ചെയ്തു വെച്ചു. അസറ എന്ന് പറഞ്ഞ സിറ് കേട്ടല്ലേ? സിറ്, അലാനിയത്ത്, രഹസ്യം, പരസ്യം, സിർ. അസറഹ, അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചു. ഏത് പറഞ്ഞിട്ടില്ല, ഏതു ആവാം, അത് നമ്മൾ വിശദീകരിക്കും. അസറഹ, അപ്പോൾ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു, അത് യൂസുഫ് അത് ഒളിപ്പിച്ചു വെച്ചു, ഫീ നഫ്സിഹി, തന്റെ മനസ്സിൽ, തന്റെ പുറത്തേക്ക് പറയാതെ തന്റെ മനസ്സിന് ഒളിപ്പിച്ചു വെച്ചു. പുറത്തേക്ക് പറയില്ല എന്നുള്ള അടുത്ത വാചകം, വലം യുബ്ദിഹാ ലഹും, അത് വീണ്ടും പറയണ, അത് അദ്ദേഹം അവർക്ക് വെളിപ്പെടുത്തിയില്ല. അപ്പൊ ആദ്യം പറഞ്ഞത് ഫഅസറഹ യൂസുഫ് ഫി നഫ്സിഹി, അദ്ദേഹം അത് തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു എന്നത് തന്നെ മതി. പക്ഷെ വീണ്ടും അത് ആവർത്തിച്ച് അതിനൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം അല്ലാഹു. എന്താണ്? വലം യുബ്ദിഹാ ലഹും, അദ്ദേഹം അത് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയില്ല. അപ്പൊ അതിനും ഒരു കൊണോട്ടേഷൻ ഉണ്ട്, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് പറയാൻ, ആവർത്തിച്ചു പറയാൻ. അല്ലാതെ ഒരു വാചകവും ഒരു വാക്കും ഖുർആനിൽ എക്സ്ട്രാ ആയിട്ട്, അഡീഷണൽ ആയിട്ട് എന്നാ ഇവിടെ കിടക്കട്ടെ, അല്ലെ? കുറച്ച് ആയത്ത് എന്ന് അവസാനിക്കാൻ നേരത്ത് വല്ലാഹു അലീമുൻ ഹക്കീം അവിടെ കിടക്കട്ടെ, ഇപ്പുറത്ത് വല്ലാഹു അസീസുൻ ഗഫൂർ അവിടെ കിടക്കട്ടെ. അങ്ങനെയില്ല ഖുർആനിൽ, അങ്ങനെയില്ല. അതിനൊക്കെ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു കൊണോട്ടേഷൻ, ഒരു മീനിങ് ഒക്കെ ഉണ്ട്, ഒരു ലെസൺ ഒക്കെ ഉണ്ട്. അപ്പോ വലം യുബ്ദിഹാ ലഹും, മീനിങ് അദ്ദേഹം അവർക്ക് അത് വെളിപ്പെടുത്തിയില്ല. ഖാല, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, വെളിപ്പെടുത്തിയിട്ടില്ല, പിന്നെ മനസ്സിൽ പറയണം. എന്താ പറഞ്ഞത്? അൻതും ഷർറും മക്കാനൻ, നിങ്ങളൊരു മോശം നിലപാടിലായി പോയി. അത് വളരെ സാധുവായ ഒരു ട്രാൻസ്ലേഷൻ ആട്ടാ. അൻതും ഷർറും മക്കാനൻ, നിങ്ങൾ വളരെ മോശമായ ഒരു സ്ഥാനത്ത് പോയി. വല്ലാഹു അഅലമു, അള്ളാഹുവിന് ഏറ്റവും നന്നായിട്ട് അറിയാം, ബിമാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റീവ് ലൈസ്, അല്ലെ? വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നുണയാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. നിങ്ങൾ ഇതുവരെ ചെയ്തതും പറഞ്ഞതും ഇപ്പൊ പറയണതും ഒക്കെ
വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നുണകളാണ്, കള്ളങ്ങളാണ്. ആ കള്ളങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അള്ളാഹുവാണ്. ഇതാണ് അതിന്റെ ഒരു വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. പക്ഷെ ഈ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ആ അവര് കളവ് പിടിക്കപ്പെട്ടു. പെട്ടെന്ന് അവരൊരു ഇമ്പൾസീവ് ആയിട്ട് അവർ പറഞ്ഞു എന്ത്, ആ ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണമായിട്ട് അവർ പറഞ്ഞു. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് വേണമെങ്കിൽ അപ്പൊ പറയാമായിരുന്നു എവിടെയാണ് മോഷ്ടിച്ചത്, ആരാ മോഷ്ടിച്ചത്. പക്ഷെ അതിന് പകരം അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചു മനസ്സിൽ, ഒന്നും പറയാതെ അത് വിഴുങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ മോശം സ്ഥലത്താണ്, മോശം ഒരു പൊസിഷനാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അന്തിമമായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ അള്ളാഹു ഏറ്റവും നന്നായിട്ട് അറിയും, അവൻ വിധി കൽപ്പിക്കും എന്നാണ് പറഞ്ഞത് എന്ന് നമുക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഇതിന് ഒരുപാട് മീനിങ് ഉണ്ട്, ഒരുപാട് ആശയ തലങ്ങൾ ഇതിനുണ്ട്. അപ്പോ പെട്ടെന്ന് ശരിക്ക് ഇപ്പോ സംഭവിച്ചെന്താ, ഈ ഇവര് ശരിക്കും ആദ്യം പറഞ്ഞെന്താ, വമാകുന്ന സാരിഖീൻ അല്ലെ, കാലു മാതാ തഫ്ഖിദൂൻ അല്ലെ. ആ ഗാർഡ്സ് ചോദിച്ചില്ലേ, കോപ്സ് ചോദിച്ചു എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ അവര് പറഞ്ഞു നഫ്ഖിദു സുവാ അൽ മലിക്, ഞങ്ങള് രാജാവിന്റെ കോപ്പാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ ഇവരെന്താ പറഞ്ഞ, എന്താണ്, ഖാലു തല്ലാഹി ലഖദ് അലിംതും മാ ജിഅ്നാ ലിനുഫ്സിദ ഫിൽ അർദ് വമാ കുന്നാ സാരിഖീൻ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാലോ, ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല. ഞങ്ങൾ ആരല്ല, മോഷ്ടാക്കളല്ല. ആ ഞങ്ങൾ മോഷ്ടാക്കളല്ല എന്ന് പറഞ്ഞതിൽ ആരും പെട്ടിരുന്നു ശരിക്ക്, ബിന്യാമിനും പെട്ടിരുന്നല്ലോ. കാരണം അവർ മൊത്തം ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയാ സംസാരിക്കുന്നത് അല്ലെ. ഒമാ കുന്ന സാരിഖീൻ, ഞങ്ങള് മോഷ്ടാക്കളല്ല, ഞങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി വന്നവരല്ല, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ മോഷണം പിടിക്കപ്പെട്ടപ്പോ അവര് ചുവട് മാറ്റി. അപ്പോ പിന്നെ ഈ ബിന്യാമീനെ, അവരുടെ തന്നെ ബ്രദറിനെ അവര് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു കൊള്ളാം എന്ന് പിതാവിന് മൗസിഖം മിനല്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തി കരാറ് കൊടുത്ത അവര് വേഗം ചുവട് മാറ്റാണ്. ഇപ്പൊ അവര് പറയുന്നത് ഇവൻ ഞങ്ങളുടെ ബ്രദർ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. കാലു ഈ യസ്രിഖ്, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒരു സഹോദരൻ, അപ്പൊ ഇവനും ഞങ്ങളുടെ സഹോദരനല്ല, ഇവന്റെ വേറൊരു സഹോദരനുണ്ട്, അവനും ഞങ്ങളുടെ സഹോദരനല്ല എന്ന് അവർ ചുവട് മാറ്റണം. അപ്പൊ അവര് ആ 11 പേരായിട്ടല്ല ഇപ്പൊ സംസാരിക്കുന്നത്. നേരത്തെ അവർ 11 പേരായിട്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ 10 പേരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്, ഞങ്ങളാണ് ഞങ്ങളുടെ ലിനിയേജ്, ഞങ്ങളുടെ ലീഗസി, ഞങ്ങളുടെ ഒരു പാരമ്പര്യം ഇങ്ങനെ നുണ പറയുന്ന, കളവ് നടത്തുന്ന കൂട്ടത്തിലല്ല, മറിച്ച് ഇവനും ഇവന്റെ ബ്രദറും ഒക്കെയാണ് കളവ് പറയുന്ന ആള്. അപ്പോ ദേ ആർ നോട്ട് സ്റ്റാൻഡിങ് അപ്പ് ഫോർ ബിന്യാമിൻ വാസ്തവത്തിൽ പിതാവിനോട് ചെയ്ത കരാറ് വെച്ചിട്ട് അവരെന്താ ചെയ്യേണ്ടിയിരുന്നത്, ബിന്യാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് വേണ്ടിയിരുന്നത്. അത് അങ്ങനെ സംഭവിക്കൂലല്ലോ എന്ന ഒരു നിലപാടിലാണ് അവർ എത്തേണ്ടിയിരുന്നത്. പക്ഷെ അവര് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലില്ല, ദേ ആർ ത്രോയിങ് ഹിം അണ്ടർ ദ ബസ് അല്ലെ. ആ ബസിന്റെ അടിയിലേക്ക് ബിന്യാമിനെ തള്ളിയിടുകയാണ് എന്ന് പറഞ്ഞാൽ അവർ ഇഫക്റ്റീവ്ലി ദേ ആർ വാഷിംഗ് ദർ ഹാൻഡ്സ് ഓഫ് ബിന്യാമിനെ ആ സമയത്ത് പിന്തുണക്കുന്നതിന് പകരം മറിച്ച് അവനെ കുരുതി കൊടുക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അവനെ കുരുതി കൊടുത്തിട്ട് ഇവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനേക്കാൾ പ്രധാനം, അതിനേക്കാൾ ഗൗരവം, സീരിയസ് എന്താണ്, അവരാരെയാണ് ആക്ഷേപിക്കുന്നത്, യൂസുഫ് അലൈഹി ഇസ്ലാമെയാണ് ആക്ഷേപിക്കുന്നത് അല്ലെ. ഇവിടെ നമുക്കുള്ള ഒരു 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 പ്രൊഫൗണ്ട് ലെസൺ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നോക്കൂ, നമ്മളുടെ ഫാമിലിയിൽ തന്നെ പെട്ട ഒരാള്, ഒരു ഫാമിലി വിചാരിക്കുക, ഒരു ഫാമിലിനെ സങ്കല്പിക്കുക. ആ ഫാമിലിയിൽപ്പെട്ട ഒരാള് മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ പുറത്തുള്ള, ഇപ്പൊ ഇവിടെ നോക്കി, ഇവർ പബ്ലിക്കായിട്ടാണ് ഈ പറയുന്നത് അല്ലെ. ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒരു സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ട് മുമ്പ് എന്ന് പറയുമ്പോ അവരത് പബ്ലിക്കായിട്ട് പറയണേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു അപവാദവും ഒരു കുറ്റകൃത്യവും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫാമിലിയിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒരു ഫാമിലിയിൽ ഉണ്ടായാൽ അത് പുറത്തേക്ക് ആ ഫാമിലിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് അറിയാം. ബ്രദേഴ്സ് ആവട്ടെ, നമ്മുടെ പാരന്റ്സ് ആവട്ടെ, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകട്ടെ, ഫാമിലിയുടെ അകത്ത്
നമ്മൾ പുറത്തുള്ളത് പോലെ ആവൂല. പുറത്ത് ചിലപ്പോൾ നമ്മൾ കുറച്ചൊരു പോളിഷ്ഡ് ബിഹേവിയറും പോളിഷ്ഡ് പിന്നെ മാനറിസം, എറ്റിക്വറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഫാമിലി ആയിരിക്കുമ്പോൾ, കുടുംബത്തിലായിരിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ വി ബിക്കം ജെന്യുവിൻ. നമ്മൾ വളരെ നമ്മൾ തന്നെ ആയിത്തീരും, യഥാർത്ഥത്തിലുള്ള നമ്മളായിത്തീരും. ആ അവിടെ ഉള്ള എല്ലാ പ്രൈവറ്റ് ലൈഫും നമ്മുടെ പ്രൈവറ്റ് ഇടപാടുകളും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് അറിയുന്നത് ആരാണ്? ഫാമിലി മെമ്പേഴ്സ് ആണ്. അങ്ങനെയുള്ള ഒരു മെമ്പർ പുറത്തു പോയിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിയാൽ പുറത്തുള്ള ആളുകൾ അത് വിശ്വസിക്കും. ഇത് നിന്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട, നിന്റെ വീടിന്റെ അകത്ത് നിന്നോടൊപ്പം താമസിക്കുന്ന ആള് തന്നെ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കേ, അതിൽ പിന്നെ എന്ത് സംശയിക്കാനാ? അതോ സോ ഇറ്റ്സ് നോട്ട് ആൻ അക്യൂസേഷൻ, ഇറ്റ്സ് എ ഫാക്ട്. അല്ല, ഒരു റിയാലിറ്റി ആയിട്ട് അവർ പറയാം അല്ലെ? അങ്ങനെയാണ്. അപ്പൊ ഒരു 100% ഗ്യാരണ്ടി ആണ് ഇവര് രണ്ടുപേരും മോഷ്ടാക്കളാണെന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാണെന്ന് ഇവർ പറയുന്നതിന് തുല്യമാണത്. മനസ്സിലായോ? സാധാരണഗതിയിൽ ഒരു ഫാമിലിയിൽ ഇനി എത്രയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും പുറത്ത് അത് പറയില്ല ഫാമിലി മെമ്പേഴ്സ്. നോർമൽ സിറ്റുവേഷനിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവര് ചെയ്ത ഹെയ്നിയസ് ക്രൈം നോക്കൂ. ഇവര് ചെയ്ത അതിഗുരുതരമായ കുറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ ഫാമിലിയുടെ, അതൊരു പ്രവാചകന്റെ മക്കളാണ് അല്ലെ? എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരു പ്രവാചകന്റെ മക്കളാണല്ലോ. ആ ഒരു ഫാമിലി അത്രയും ഒരു ഒരു ഗ്രേറ്റ് ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങനെ ഒരു കൃത്യം ബിന്യാമിനും യൂസഫിനും എതിരെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഹ്യൂമിലിയേറ്റിംഗ്. ഹൗ ഹ്യൂമിലിയേറ്റിംഗ് ഇറ്റ് ഈസ്. അപ്പോൾ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്ലാൻഡർ ആണ് അവിടെ നടക്കുന്നത്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് ഇത് പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്യമായിട്ട് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തമാശക്കാണെങ്കിലും കുറ്റപ്പെടുത്തും പരസ്പരം. അവൾ അങ്ങനെയാണ്, അവൻ അല്ലെങ്കിൽ ഇക്ക ഇങ്ങനെയാണ്, മറ്റുള്ള ആളുകൾ ഇങ്ങനെയാണ്. ഈ സംഗതി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ള സിബ്ലിങ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ആരും ഇല്ലാത്തപ്പോൾ പോലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. മറ്റാരുടെയും ഒരു സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ഒരിക്കലും പാടില്ല, അതും പാടില്ല. പക്ഷെ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോഴോ ഇറ്റ്സ് ടു സീരിയസ് അല്ലെ, ടു ഹ്യൂമിലിയേറ്റിംഗ്, ടു ഹൈനിയസ്, അത്ര ടു സീരിയസ്. അങ്ങനത്തെ ഒരു കുറ്റകൃത്യമാണ് അത്. അപ്പോൾ പ്രൈവറ്റിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവര് വാസ്തവത്തിൽ പബ്ലിക്. അതുകൊണ്ടാണ് ഖുർആൻ ഭാര്യനും ഭർത്താവിനും അല്ലെങ്കിൽ സൗജ് എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തില് പിന്നെ ഒരു പ്രത്യേക പദം പ്രയോഗിച്ചിട്ടുണ്ട്. മുഹ്സിനീന മുഹ്സനാത്ത് വൽ മുഹ്സനാത്തു മിനൻ നിസാ. മുഹ്സനാത്തു മിനൻ നിസാ എന്ന് പറഞ്ഞ വിവാഹിതരായ സ്ത്രീകൾ, മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ വിവാഹിതരായ പുരുഷന്മാര്. ആ പദം ഹെസ്ൻ എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന് വന്നാണ്. ഹെസ്ൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അർത്ഥം? കോട്ട എന്നാണ്. കോട്ട, ഫോർട്രസ്. അതായത് വിവാഹം എന്ന് പറയുന്നത് ഹെസ്നായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുന്നത്. അതായത് നമ്മൾ വിവാഹം ചെയ്യുന്നതോടുകൂടി ഒരു കോട്ടയിലേക്ക് പ്രവേശിക്കണം. ആ കോട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ ആ കോട്ടയ്ക്ക് പുറത്തു പോയിട്ട് നമ്മൾ ഒരാവശ്യവും നിർവഹിക്കേണ്ടതില്ല. നമ്മുടെ ഒരാവശ്യവും, നമ്മുടെ ഒരു സപ്പോർട്ടും അതിന്റെ പുറത്തേക്ക് പോവേണ്ടതില്ല. അത് എന്ത് തരം, ഫിസിക്കൽ ആവട്ടെ, മെന്റൽ ആകട്ടെ, ഇമോഷണൽ ആകട്ടെ, മറ്റ് സ്പിരിച്വൽ ആകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും, എല്ലാ കെയറും, എല്ലാ കൺസേണും ഒക്കെ എവിടെ കിട്ടണം? വിവാഹം എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിൽ ലഭിക്കണം. അതുകൊണ്ടാണ് അത്തരം ഒരു പദം ഖുർആൻ പ്രയോഗിച്ചത്. ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പബ്ലിക്കലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഇങ്ങനെ പബ്ലിക്കലി ചെയ്യുകയാണെങ്കിൽ, അതിന്റെ അർത്ഥം ആ കോട്ടയിൽ നിന്ന് അവർ പുറത്തു കടന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ കോട്ട തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തിന് ഇത്രയധികം വിശാലതയും അല്ലെങ്കിൽ ഇത്രയധികം പ്രാധാന്യവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതും അതിന് പറ്റുന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നതും. ഓക്കെ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ നോക്കൂ, ബിന്യാമീനെ ഇവർ കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചോ? പക്ഷേ ആ കുറ്റപ്പെടുത്തൽ നടക്കുന്നത് എങ്ങനെയാണ്? ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒരു ബ്രദറും മോഷ്ടിച്ചിട്ടുണ്ട്. ഇവന്റെ ബ്രദറും അപ്പോ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് വണ്ടർ ദാറ്റ് യു ഡിഡ് ദിസ് ബിക്കോസ് സംവൺ എൽസ് ഇൻ യുവർ ഫാമിലി ഡിഡ് ദിസ്. ഇങ്ങനെ നമ്മൾ പറയാറില്ല. അതായത് ഇത് ചില ചില മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ പരസ്പരം കുറ്റപ്പെടുത്തുമോ, ഒരു മക്കളൊരു ചെയ്യുമ്പോൾ അതവന്റെ ഉമ്മാടെ കോലത്തിൽ പോയി, അല്ലെങ്കിൽ ഇത് വാപ്പാടെ കോലത്തിൽ പോയി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇത് ഇവൻ ചെയ്തത് ഇവന്റെ കുറ്റമല്ല, ഇവന്റെ വാപ്പ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവന്റെ ഉമ്മ എങ്ങനെയാണ്, ഉമ്മാടെ കുടുംബം മൊത്തം എങ്ങനെയാണ്. ഞങ്ങള് വളരെ പരിശുദ്ധമായ ഒരു ലിനിയേജ് അല്ല, ഞങ്ങളുടെ സൈഡ് വളരെ ക്ലിയർ ആണ്, ഈ സൈഡാണ്. ഇപ്പൊ ഒരു ഒരു പബ്ലിക് സ്പീച്ചിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ആളുണ്ട്, 2014 തോന്നുന്നു.
ധനഞ്ജയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അയാളുടെ ആ 7 മിനിറ്റുള്ള ഒരു പ്രസംഗം യൂട്യൂബിലൊക്കെ കിട്ടും. അതിലയാൾ പറയുന്നുണ്ട് അയാളുടെ അച്ഛൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പറയുന്നുണ്ട്, ഇത് ഇഫ് യു ഡിഡ് ദിസ് ഇറ്റ്സ് നോ വണ്ടർ ബിക്കോസ് യു ആർ ലൈക്ക് യുവർ മദർ. നീ നിന്റെ അമ്മേനെ പോലെയാണ്, നിന്റെ അമ്മയുടെ ആ ഭാഗത്ത് നിന്ന് കിട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ്, നിങ്ങളാണ് ആ സൈഡാണ് മോശം. കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റേ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു അതായത് ഇഫ് യു ആർ ഹൊറിബിൾ ദർ ഇസ് നോ വണ്ടർ ബിക്കോസ് സംവൺ എൽസ് ഇൻ യുവർ ഫാമിലി ഈസ് ഹൊറിബിൾ, അല്ലെങ്കിൽ വേഴ്സ്, അങ്ങനെ പറയുന്ന ഒരു സംഗതി. ഇതൊരു ആ സൈഡിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈവിൾ ഡീഡ്സ് ഇൻഹെറിറ്റ് ചെയ്തതാണ് മറ്റേ സൈഡിൽ നിന്ന്. പക്ഷെ ഞങ്ങൾ വളരെ ഗുഡ് സൈഡാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ഈ പ്രയോഗം അതും വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് ഇൻ യുവർ ബ്ലഡ് എന്നാണ് ആ പറയേണ്ട അർത്ഥം. ഇവ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഷണം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ജീനാണ്, ജീനിയോളജിയിൽ പെട്ടതാണ്. ഇവന്റെ ഇറ്റ്സ് ഇൻ ഹിസ് ബ്ലഡ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പോൾ വളരെ അബ്സേർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ്, ഒരു മുൻവിധിയും ഒരു തെറ്റിദ്ധാരണയൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഒരു ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഈ ക്രിസ്ത്യൻ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. അതായത് നമ്മുടെ പിതാവ് അല്ല പിന്നെ നമ്മളെ കുറ്റം ചെയ്തു, നമ്മൾ ജന്മന നമ്മളൊക്കെ കുറ്റക്കാരാണ്, അല്ലെ, വി ആർ ഓൾ സിൻഫുൾ ബൈ നേച്ചർ. അതിനാണ് ക്രൈസ്റ്റ് വന്നത് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ ജീനിയോളജിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലീഗസിയിൽ നമ്മൾ കുറ്റം ചെയ്തവരാണെന്നുള്ള ആ കൺസെപ്റ്റ് വന്നത് ശരിക്കും ക്രിസ്ത്യൻ ഡോക്ടറിനാണ്. പക്ഷെ നമ്മളുടെ ഇസ്ലാമികമായ കൺസെപ്റ്റിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പൊ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ആർഡന്റ് ഐഡൽ വർഷിപ്പർ ആയിരുന്നു, അല്ല, ഒരു കടുത്ത വിഗ്രഹ ആരാധകനായിരുന്നു. പക്ഷെ ആ വിഗ്രഹാരാധനയിൽ നിന്ന് മാറി നടക്കാൻ ആർക്ക് സാധിച്ചു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സാധിച്ചു. അപ്പോ അങ്ങനെ ഒരാൾ അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾ ഇങ്ങനെ ആയിക്കൊള്ളാം എന്നൊരു കൺസെപ്റ്റില്ല. അതുപോലെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാം, അതിന്റെ ഫ്ലിപ്പ് സൈഡിൽ നൂഹ് അലൈഹി ഇസ്ലാം, അദ്ദേഹം 950 വർഷം ലോകത്തെ മുഴുവൻ പ്രബോധനം ചെയ്തു. സ്വന്തം മകനോടും ചെയ്തിട്ടുണ്ടാവും, ഭാര്യനോടും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഭാര്യയും മകനും മാറിപ്പോയി. അപ്പോൾ ഈ ഒരാൾ തെറ്റുകാരനായതുകൊണ്ട് മറ്റേ ആളുകളൊക്കെ തെറ്റുകാരായിരിക്കും എന്ന കൺസെപ്റ്റ് ഇസ്ലാമികമായി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ചിലപ്പോൾ ഇത് കുറച്ചുകൂടി വൈഡായിട്ട് ആളുകൾ ചെയ്യാറുണ്ട്. അവൻ ബംഗാളിയാണോ എന്നാൽ അവൻ ഉറപ്പാണ് ഇത് എടുത്തിട്ടുണ്ട്, അവൻ ബംഗാളിയാണ്, അല്ലെ? അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതായത് ഒരു പീപ്പിൾ ഫ്രം സം ലൊക്കേഷൻ, സം ലൊക്കാലിറ്റി, സം വില്ലേജ്, സം സിറ്റി, സം നേഷൻ, സം റേസ്, സം എത്നിക് മൈനോറിറ്റി, അങ്ങനെയാണല്ലോ ഇപ്പൊ ലോകത്ത് മുഴുവൻ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മൈഗ്രന്റ് വർക്കേഴ്സിനെതിരെ UK ഈ അടുത്ത് നടന്ന കലാപത്തിന്റെ പിന്നിൽ എന്താ? ഇവർ മൈഗ്രന്റ് ആണോ എന്ന ഇവർ കുഴപ്പക്കാരാണ്. ജൂയിഷ് പിന്നെ ജൂതന്മാർക്ക് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് അവര്. പ്രത്യേകിച്ച് സിയോണിസ്റ്റുകൾ, സയനിസ്റ്റുകൾ, അവര് വളരെ സ്ട്രോങ് ആയിട്ട് അവർ മാത്രം ഗോഡിന്റെ ചോസൺ പീപ്പിൾ, മറ്റുള്ളവരെല്ലാം മനുഷ്യന്മാർ പോലുമല്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇത് സ്റ്റീരിയോ ടൈപ്പിംഗ്, അത് നമ്മളും ചിലപ്പോഴൊക്കെ അറിയാതെ ചെയ്തു പോകും. അവനാണോ, അവളാണോ, അവിടെ നിന്നാണോ, ആ പ്രദേശത്തു നിന്നാണോ, ആ കുടുംബത്തിൽ നിന്നാണോ, ആ വില്ലേജിൽ നിന്നാണോ, എങ്കിൽ അവരാണ് തെറ്റുകാർ, അവരൊക്കെ അങ്ങനെയാണ് എന്ന സ്റ്റീരിയോ ടൈപ്പിംഗ്, അത് ഇസ്ലാമില് അങ്ങനത്തെ ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് പാടില്ല എന്നുള്ള ഒരു ഇത് നമുക്ക് കേൾക്കുന്നുണ്ട്. ഒരു പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വലിയ മോഷണം നടത്തിയത് ആരാ? ഇവരാണ്. ഒരു ഒരു ബ്രദറിനെ തന്നെ, ഇവരുടെ സഹോദരനെ തന്നെ മോഷ്ടിച്ചു പിതാവിൽ നിന്ന്, അല്ലെ? സഹോദരനെ തന്നെ മോഷ്ടിച്ചു. എന്നിട്ട് ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ടു, അദ്ദേഹത്തെ പീഡിപ്പിച്ചു, അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹത്തിന് തന്നെ 10-40 വർഷം ജീവിതത്തിൽ ഉണ്ടായ സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരായ 10 പേരാണ് പറയുന്നത് എന്ത്? ഈ പാത്രം ഇവ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരൻ. ഇനി ഈ സഹോദരൻ മോഷ്ടിച്ചു എന്ന് പറയുന്നതിന് ഒരു നറേഷൻ നമ്മൾ മുമ്പൊരിക്കൽ ഒരു 2-3 ആയത്ത് മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ അതൊരു ഒരിക്കലും ഒതന്റിക് നറേഷൻ അല്ല കേട്ടോ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ തഫ്സീറുകൾ എഴുതുമ്പോൾ പലപ്പോഴും സഹാബികളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ചില മുഫസ്സിറുകൾ പല സംഭവങ്ങൾ എഴുതും. പക്ഷെ അതിനൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രമുഖരായിട്ടുള്ള സഹാബികളുടെ പേര് വരെയൊക്കെ ഉണ്ടാവും. അതെന്താ പ്രശ്നം വെച്ചാൽ ഈ കഥ, യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ കഥ പലരിൽ നിന്ന് കേട്ട സഹാബികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ബൈബിളിന്റെ വേർഷൻ കേട്ടിട്ടുണ്ടാവും, സിറിയാനിക് ട്രഡീഷൻ, അങ്ങനെ ഒരു ട്രഡീഷൻ എന്ന് കേട്ടവരുണ്ടാവും, പല നരേഷൻ എന്ന് കേട്ടവരുണ്ടാവും. അതിൽ 2 വേർഷനാണുള്ളത്. ഒന്ന്, ആ 2 വേർഷൻ ഒരിക്കലും ഒതന്റിക് അല്ല. ഖുർആൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഒതന്റിക് അല്ല. നമ്മൾ ഒരിക്കലും ആ വേർഷൻ എടുക്കാനും പാടില്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് അലൈഹിസ്സലാം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഇവർ ഈ പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ലെസ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ പറയാൻ ഒരു അടിസ്ഥാനം ഉണ്ടാവുമല്ലോ. ആ അടിസ്ഥാനം ഒരു പക്ഷേ ഇത്തരം കഥകളാകാം, അല്ലെങ്കിൽ അവർ കേട്ട ഒരു റൂമർ ആകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ എനിവേ ഖുർആൻ അത് പറയുന്നില്ല. ആ കഥ എന്താന്ന് വെച്ചാൽ, ഒന്ന് പറയുന്നത് ബൈബിളിൽ ഈ യൂസുഫ് അലൈഹി സ്വലാമയുടെ ഉമ്മയുടെ പേര് പറയുന്നത് റേച്ചൽ എന്നാണ് പറയുന്നത്. റേച്ചലിന്റെ ഫാദർ ബൈബിളിൽ പറയുന്നത് ഒരു വിഗ്രഹാരാധകനായിരുന്നു. അത് റേച്ചലിന് ഇഷ്ടമായിരുന്നില്ല. വിഗ്രഹത്തെ ആരാധിക്കുന്നത് റേച്ചലിന് ഇഷ്ടമായിരുന്നില്ല. അവരെന്ത് ചെയ്തു? ജോസഫിനോട് പറഞ്ഞു, ഉപ്പയുടെ അച്ഛന്റെ എന്ത് ചെയ്യണം, വിഗ്രഹം മോഷ്ടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ മോഷ്ടിക്കുന്ന സമയത്ത് ജോസഫ് പിടിക്കപ്പെട്ടു എന്നതാണ് ബൈബിളിന്റെ ഒരു നറേഷൻ. ഇനി നേരത്തെ പറഞ്ഞ സിറിയ ട്രഡീഷനിൽ പറയുന്നത് ഇത് റേച്ചൽ തന്നെ മോഷ്ടിച്ചതാണ് എന്നതാണ്. രണ്ടായാലും ഇവരിപ്പോ ഈ ആരോപിക്കുന്നത് എന്താ? ശരിക്കും വാസ്തവത്തില് യൂസുഫിനെയും മാത്രമല്ല അവര് അധിക്ഷേപിക്കുന്നത്, അവരുടെ ഉമ്മയെ കൂടി ആക്ഷേപിക്കുകയാണ്. അല്ല, ഉമ്മയെ കൂടി ആക്ഷേപിക്കണം ആ അർത്ഥത്തില്. അപ്പൊ ഇവർക്ക് ഒരു പക്ഷേ ഇവരിത് ഇത്തരം ഒരു സംഭവത്തിനെ സൂചിപ്പിച്ച് പറയുന്നതായിരിക്കാം. പക്ഷെ അത് ഖുർആൻ പറയാത്തത് കൊണ്ട് ഇവർ ഈ പറയുന്നത് അപ്പൊ അവർക്ക് തോന്നിയ ഒരു ഇമ്പൾസീവ് ആയിട്ട്, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാമയോടുള്ള ഇപ്പോഴുമുള്ള അവരുടെ വിദ്വേഷവും അസൂയയും, അവർക്ക് പിതാവിന്റെ ആ പ്രത്യേകമായ സ്നേഹത്തിൽ നിന്ന് അവർ അടർത്തിയെടുത്തിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള അവരുടെ ദുഷ്വിചാരങ്ങളുമാണ് അവരങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെയാണ് നമുക്ക് അതിനെക്കുറിച്ച് അനുമാനിക്കാൻ കഴിയുക. അപ്പോൾ ഓക്കെ, എന്തായാലും ഈ ഖുർആൻ ഈ പറഞ്ഞ സംഗതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ കഥകളെ. ഓക്കെ, ഇനി വേറൊരു സംഗതി, ഇവരിപ്പോ ഈ പറയുന്ന സംഗതി ഇവരകപ്പെട്ടിട്ടുള്ള സിറ്റുവേഷന് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നതാണോ? അതായത് ബിനിയാമീൻ പിടിക്കപ്പെട്ടു, അല്ലെ, ബിനിയാമീന്റെ ബാഗിൽ നിന്ന് ഈ കപ്പ് കിട്ടി. ഇപ്പൊ ഇവർ ഈ പറയുന്നത് ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ സിറ്റുവേഷന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അങ്ങനെ വരുത്താൻ പറ്റില്ല. എന്നിട്ടും അവരത് പറയണമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തഫ്സീറുകളിൽ സഹാബികൾ അങ്ങനെ ചിലരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഉദ്ധരണികളായിരിക്കാം അത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി കമ്പാനിയൻസ്, അതായത് അധിക സഹാബികളും ഇത്തരം വിഷയങ്ങളിൽ ഒരു കമന്റ് നടത്തിയിട്ടില്ല. അതൊന്നും തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ സഹാബികളൊന്നും ഇത് ഖുർആൻ വിട്ടുകളഞ്ഞ ഇത്തരം വശങ്ങളെ കുറിച്ച് യാതൊരു കമന്റ് നടത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി ഫോൾസ് അക്യൂസേഷൻ ആണ് യൂസുഫിനെതിരെ. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ്. പക്ഷെ ഇത് യൂസുഫ് ആണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് അവരത് പരസ്യമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓക്കെ, ഇനി ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറഞ്ഞു, അല്ലെ? ഈ യസ്രിഖ് മുലാരി മജ്സൂമാണ്, അല്ലെ? മുലാരി മജ്സൂം. എന്താ മജ്സൂം എന്ന് പറഞ്ഞ? മജ്സൂം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഗ്രാമറിൽ സുക്കൂനാണ്, അല്ലെ? യസ്രിഖ് ഇൻ സറഖ് ജസ്മ എന്ന് വന്നാണ്. ജസ്മ എന്ന് പറഞ്ഞ സുക്കൂൻ. ഓക്കെ, ലൊമ്മിന് എന്താ പറയാ? എന്തുകൊണ്ടാണ് യസ്രിഖ് അവിടെ ജസ്മ ചെയ്യാൻ കാരണം? എന്താ? ഇൻ വന്നതുകൊണ്ട്. അതായത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇൻ എന്ന് പറയുന്ന കണ്ടീഷന്റെ അദാത്ത് ഷർത്ത്, ഷർത്ത് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ആ കണ്ടീഷന്റെ അദാത്ത്, അതിന്റെ ഒരു ടൂള് വന്നതുകൊണ്ട്, ആ ഡിവൈസ് വന്നതുകൊണ്ടാണ് യസ്രിഖ് എന്ന് പറഞ്ഞത്. എങ്ങനെ? ഇങ്ങോട്ടാണ്? മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പോ മുലാരി മജ്സൂമാണ് ആഫിയല്. വ്യത്യാസം എന്താന്ന് വെച്ചാല്, സാധാരണ ഇവർ പറയേണ്ടത് എന്താ? ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ടെന്നല്ലേ പറയേണ്ടത്. പക്ഷെ അവർ പറഞ്ഞെന്താ? ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഇഫ് ഐ ate a burger, ഇഫ് ഐ ഈറ്റ് എ ബർഗർ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇഫ് ഐ ate a burger, ഞാനൊരു ബർഗർ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വൺ ടൈം ആണ്. പക്ഷെ ഇഫ് ഐ ഈറ്റ് എ ബർഗർ, ഞാൻ ബർഗർ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിന്നുകയാണെങ്കിൽ, മീൻസ് കണ്ടിന്യൂസ്ലി ഡൂയിങ് ഇറ്റ്. ഇഫ് ഐ റൈറ്റ് ആൻ എസ്സേ, ഞാനൊരു ലേഖനം എഴുതുകയാണെങ്കിൽ. ഇഫ് ഐ റോട്ട് ആൻ എസ്സേ,
ഞാനൊരു എസ്സെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വൺ ടൈം ചെയ്യുന്നതിനാണ് നമ്മൾ ശരിക്കും മാലിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും ഇവിടെ സംഭവിച്ചിട്ട് കഴിഞ്ഞു പോയല്ലോ അല്ലെ, മോഷ്ടിച്ച് കഴിഞ്ഞു പോയല്ലോ, മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഇവർ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല്, ഇവൻ ഒരിക്കലല്ല മോഷ്ടിച്ചിട്ടുള്ളത്. ഈ മോഷണം എന്ന് പറയുന്നത് ഇവന്റെ ഒരു ഹാബിറ്റ് ആണ് എന്നാണ് അവരാ പറയുന്നത്. അവർക്ക് വല്ല എക്സ്പീരിയൻസും ഉണ്ടോ ബിന്യാമിൻ മോഷ്ടിച്ചതായിട്ട്? ഒരു എക്സ്പീരിയൻസും ഇല്ല. യൂസുഫ് അലൈഹിസ്സലാം മോഷ്ടിച്ചായിട്ട് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? അതുമില്ല. അപ്പൊ കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പോലും അവരെന്ത് ചെയ്യാണ്? ആ പറച്ചിലിൽ പോലും ഒരു ഭയങ്കരമായ അക്യൂസേഷൻ കൊണ്ടുവരണം, ഒരു അലിഗേഷൻ. ആ വളരെ ഗൗരവപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ടൈം അല്ല ഇവൻ മോഷ്ടിച്ചിട്ടുള്ളത്, മറിച്ച് മോഷ്ടിക്കുക എന്നത് ഇവന്റെ സ്വഭാവമാണ്. ഇതിങ്ങനെ ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല പ്രാവശ്യം ഇവന്റെ സഹോദരനും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞ രീതി പോലും എത്ര ഗുരുതരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. And that too in a family, in a great family where the leader of that family is a prophet. So that's a very way too serious allegation. ഭയങ്കര ഗുരുതരമായിട്ടുള്ളൊരു പക്ഷം. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, he might have done this before and he's in the habit of doing this. അതാണ് ഈ യസ്ര്. നോക്കൂ, ഒരു ചെറിയ പദപ്രയോഗത്തിൽ ഒരു ചെറിയ വ്യത്യാസം മീനിങ്ങില് എത്രത്തോളം അങ്ങനെയുണ്ടല്ലോ, ചില വാക്കുകൾക്ക് ഭയങ്കര പവറാണ് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് തല്ലുകൂടുമ്പോൾ, ഭാര്യയും ഭർത്താവും ഒക്കെ തല്ലുകൂടുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ചില വാക്കുകൾ ഇറ്റ്സ് ടു സീരിയസ്. കുറച്ച് എക്സാമ്പിൾ പറയാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇവിടെ പറയും, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല അല്ലെ. ചില വാക്കുകൾ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പും ഇങ്ങനെ തന്നെയാണ് നിങ്ങള്, അല്ലെങ്കിൽ നീ ഒരു ഒരു കാലത്തും ഇങ്ങനെ എന്നെ സ്നേഹിച്ചിട്ടില്ല, ഒരു ഗിഫ്റ്റ് പോലും എനിക്ക് വാങ്ങി തന്നിട്ടില്ല. എത്രയോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അത് പറയും അല്ലെ. അപ്പം ഈ യസ്രിക്ക് എന്നുള്ള പദത്തിൽ അങ്ങനെ ഒരു വർത്താനമുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഭാര്യയും ഭർത്താവാകട്ടെ, മക്കളും മാതാപിതാക്കളും ആകട്ടെ, പദപ്രയോഗങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന പവർ ഓഫ് വേർഡ്സ് അല്ലെ, പവർ ഓഫ് വേർഡ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര പെട്ടെന്നാണ് അവരത് ശരിക്കും വാസ്തവത്തിൽ. ഇപ്പൊ ബെന്യാമിൻ ആ സന്ദർഭത്തിൽ ആലോചിക്കണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ ചില അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞ ചില ഫ്രേസുകളുണ്ട്. ഖൈറു ഹാലിബിക്ക തൻഹീൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഖൈറു ഹാലിബിക്ക തൻതഹീൻ. അതായത് ഈ ഹാലിബ് എന്ന് പറഞ്ഞ ഹലീബ് കേട്ടല്ലേ? ഹലീബ് ഹലീബ് എന്താ? ഹലീബ് പിന്നെ എന്താണ് ഇവിടെ ബലദിന അല്ലെ? ഹലീബ് ബലദിന, മിൽക്ക്. മിൽക്ക് ഹാലിബ് എന്ന് പറഞ്ഞാൽ ഈ മിൽക്ക് കറക്കുന്ന ആൾക്കാണ് പറയാ. അപ്പൊ ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിന് കറക്കുന്നവരൊക്കെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിനെ ഉപദ്രവിച്ചിട്ടാണ് പശുവിനെ മിൽക്ക് ചെയ്യുക. അപ്പൊ ഈ പശുവിന് ഒരു ഹാബിറ്റ് ഉണ്ടായത്, ആര് കറക്കാൻ വന്നാലും 2 ഇടിയൊക്കെ കൊടുത്തിട്ട് അത് കറക്കാൻ സമ്മതിക്കുള്ളൂ. പക്ഷെ ഒരിക്കൽ ഒരാൾ വന്നു, വളരെ നല്ല മനുഷ്യൻ. അയാൾ വന്നിട്ട് നന്നായിട്ട് ഇതിനെ തടവി വളരെ സ്നേഹിച്ചിട്ട് കറക്കാൻ പോയി. പക്ഷെ പശുവിന്റെ സ്വഭാവം എന്താ? ഇടിക്കാന്നുള്ളതാണ്. ഇയാൾ എത്ര സ്നേഹിച്ചിട്ടും പശു അവനെ ഇടിച്ചിട്ടു. ആ ഒരു സംഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് നിന്നാണ് ആ പ്രയോഗം വന്നത്. ഖൈറു ഹാലിബിക്ക തൻതഹീൻ. നിന്നെ ഏറ്റവും നന്നായി കറക്കുന്ന ആളെയാണോ നീ കുത്തുന്നത്? തൻഹീൻ എന്ന് പറഞ്ഞാൽ, തൻതഹീൻ എന്ന് പറഞ്ഞാൽ, നതഹ എന്ന് പറഞ്ഞാൽ കുത്തുക എന്നാണ്. ബട്ട് ചെയ്യുക, ഹെഡ് ബട്ട് ചെയ്യുക, അതിനാണ് നതഹ എന്ന് പറയുക. അപ്പോൾ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം ആലോചിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബിന്യാമീനും ആലോചിച്ചിട്ടുണ്ടാകും, ഇത്രയും നല്ല ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇത്രയും നല്ല ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ള ഈ സഹോദരങ്ങളോട് എത്രയും നന്നായി പെരുമാറിയിട്ടും അവര് പറയുന്ന വാക്കുകൾ കേട്ടു നോക്കൂ, അല്ലെങ്കിൽ അവർ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ നോക്കൂ. They are not only accusing me, my brother, they are also accusing my mother also. എൻ്റെ ഉമ്മയെയും ഒക്കെയാണല്ലോ ഈ കുറ്റപ്പെടുത്തുന്നത്. സോ യൂസുഫ് അലൈഹി സ്വലാം മസ്റ്റ് ഹാവ് ബീൻ ഒഫൻഡഡ് ടു മച്ച്. ബിന്യാമിൻ മസ്റ്റ് ഹാവ് ബീൻ ഒഫൻഡഡ്. അത്രത്തോളം ഒരു പിന്നെ ഇപ്പൊ നമ്മൾ നോക്കൂ, യൂസുഫ് അലൈഹി സ്വലാം ഈ തന്ത്രമൊക്കെ ഒപ്പിക്കുന്നത് തന്നെ എന്തിനാ? പെട്ടെന്ന് തന്നെ അവരോട് വെളിപ്പെടുത്താതെ ഈ തന്ത്രമൊക്കെ ഒപ്പിക്കുന്നതിന് ഇവരൊന്ന് നന്നായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു അത് അല്ലെ, ഇവരുടെ അരോഗൻസിനെ കുറിച്ചൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താ? ദേ ഡോണ്ട് ഹാവ് എനി റിമോഴ്സ്. അവർക്ക് ഒരു പശ്ചാത്താപവും ഇല്ല.
ദേ സ്റ്റിൽ കീപ് ദെയർ ആറ്റിറ്റ്യൂഡ്. അവരുടെ അതേ സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം മനോഭാവം. പിതാവിന്റെ അടുത്തുനിന്ന് ഈ കുട്ടിയെ മോഷ്ടിച്ചു, എന്നിട്ട് കൊണ്ടുപോയി അവനെ ഉപദ്രവിച്ചു, അവനെ കിണറ്റിലിട്ടു. അവൻ അൺടോൾഡ് മിസറീസിലൂടെ കടന്നുപോയി. 40 വർഷം മുമ്പ് സംഭവിച്ച ഒരു സംഭവത്തെ അങ്ങനെ ഒരു 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 5 വയസ്സായ 7 വയസ്സായ ഒരു മകനെ കുറിച്ച് ഇപ്പോഴും ഇത്രയും മോശമായ ഒരു വാക്ക് അവർ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എന്തായിരിക്കും? അങ്ങനെയാണ് അതൊരു സംഭവം കേട്ടോ. അങ്ങനെ ഒരു ഇപ്പൊ നോക്കൂ, ഈ നമ്മൾ ഈ കുറ്റപ്പെടുത്ത ചില സംഗതി അങ്ങനെയുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ പത്രഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ടല്ലേ? അലിജഡ്ലി ഹി ഡിഡ് ദിസ് അലിജഡ്ലി. ദേ ആർ ബീയിങ് അക്യൂസ്ഡ് ഓഫ് സ്റ്റീലിംഗ്. ദേ ആർ ബീയിങ് അക്യൂസ്ഡ് ഓഫ് മർഡറിങ്. ദേ ആർ ബീയിങ് അക്യൂസ്ഡ് ഓഫ് ബ്രൈബറി. ഒരു കൂട്ടരെ കുറിച്ച് വേറെ പത്രത്തിൽ പറയണ് ഇവൻ അക്യൂസ്ഡ് ഓഫ് ബ്രൈബറി എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിച്ചു എന്ന് കുറ്റപ്പെടുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ പതിയെ എന്താ, അക്യൂസ്ഡ് എന്നുള്ള പദം നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. മറിച്ച് അവര് കൈക്കൂലി വാങ്ങി, അല്ലെങ്കിൽ അവർ കൊല ചെയ്തു, അല്ലെങ്കിൽ അവർ മോഷ്ടിച്ചു എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇവര് വാസ്തവത്തിൽ ആ കുറ്റപ്പെടുത്തുന്നു എന്നല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കേട്ടിരിക്കുന്നു എന്ന് പോലും അല്ല പറയുന്നത്. മറിച്ച് ഉറപ്പായിട്ട് പറയണേ ഈ യസ്ര് ഫഖദ് സറഖ, ഖദ് സറഖ എന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും മോഷ്ടിച്ചിട്ടുണ്ട്, ഇവന്റെ ബ്രദറും മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര കാൻഡിഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറയണത് നോക്ക്. വളരെ ക്ലിയർ ആയിട്ട് ബ്ലാറ്റന്റ് ആയിട്ടുള്ള ഒരു ലൈ, ഒരു നുണ, പച്ച നുണ അവർ പറയണത്. അപ്പം ഇതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ പറയണത് നിന്നെ കുറിച്ച് അവര് പറഞ്ഞ എന്താന്ന് നിനക്കറിയോ എന്ന് നമ്മൾ ഒരാളോട് ചോദിച്ചാല് അതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു എന്നാണ് അല്ലെ? പ്രത്യേകിച്ച് ഇപ്പൊ ഫാമിലിയിലൊക്കെ നമ്മൾ സിബ്ലിങ്സ് ഒക്കെ തർക്കിക്കുമ്പോ, അല്ലെങ്കിൽ പിന്നെ പറയുമ്പോ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയണത് എന്താന്ന് എനിക്കറിയാം, എങ്ങനെ ഒരു വർത്താനം പറയാം, അങ്ങനെ ഒരു ഡയലോഗ് കേൾക്കാറില്ലേ ഇടയ്ക്ക്? അല്ലെങ്കിൽ നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയണത് എന്താന്ന് എനിക്കറിയാം. ശരിക്കും ആ സ്റ്റേറ്റ്മെന്റ് എന്താ? മറ്റുള്ളവർ പറയുന്നതാണ് നിന്നെ കുറിച്ച്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളത് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? നമ്മളത് വിശ്വസിക്കുന്നു എന്നതാണ്. അപ്പൊ സെയിം കാര്യമാണ് അവരിവിടെ ചെയ്യുന്നത്. അപ്പോ ഇത് അസൂയക്ക് ഒരു ലിമിറ്റും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പടച്ചോൻ നമ്മളോട് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഈ അസൂയ കാണിക്കുമ്പോ അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് അഭയം തേടാൻ പറഞ്ഞത് വെറുതെ അല്ല. കാരണം അസൂയക്ക് ഒരാൾ മരിച്ചാലും അസൂയ മാറൂല എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഷെയ്ത്താനാണ്. ഷെയ്ത്താൻ ആരോടാണ് ശരിക്കും അസൂയ ഉണ്ടായിരുന്നത്? ആരോടാ? ഒറിജിനലി ആരോടാ അസൂയ ഉണ്ടായിരുന്നത്? ആദം നബി. ആദം നബി. ആദം നബിയോട് പ്രതികാരം വീട്ടിയില്ലേ ഇബ്ലീസ്? എങ്ങനെയാ വീട്ടിയ? ആ പഴം ഭക്ഷിക്കരുത്, ഭക്ഷിപ്പിച്ചു അല്ലെ? പിന്നെയും പ്രതികാരം വീട്ടി, മക്കളോട് പ്രതികാരം വീട്ടി, മക്കളെ തമ്മിൽ തെറ്റിച്ചു, ഹാബീലിനെ തെറ്റിച്ചു. ആദമും മരിച്ചു, ഹാബീലും ഒക്കെ മരണപ്പെട്ടു. പക്ഷെ പിശാചിന്റെ അസൂയ തീർന്നിട്ടുണ്ടോ? ഒരിക്കലും തീർന്നിട്ടില്ല. എല്ലാ ആദം സന്തതികളോടുമാണ് ഞാൻ എല്ലാ ആദം സന്തതികളെയും വഴിതെറ്റിക്കുമെന്ന് പിശാജ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് നബിയോട് പറഞ്ഞില്ലേ, മോനെ ഈ കഥ നീ നിന്റെ സഹോദരങ്ങളോട് പറയരുത്. കാരണം എന്താ? ലാ തഖ്സുസ് റുയതക ലാ തഖ്സുസ് അല്ല അലാ ഇഖ്വതിക. നിന്റെ സഹോദരങ്ങളോട് നിന്റെ സ്വപ്നത്തെ കുറിച്ച് പറയരുത്, കാരണം അവര് നിനക്കെതിരെ തന്ത്രം പ്രയോഗിക്കും. എന്നിട്ട് പറഞ്ഞു ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അതുവും. കാരണം പിശാജ് മനുഷ്യനോട് ഏറ്റവും ശത്രുതയുള്ള ആളാണ്. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, ഇത് പിശാജിന്റെ പണിയാണ്. അതേ സ്വഭാവമാണ് അസൂയുള്ള മനുഷ്യനുണ്ടാവുക. അസൂയ ഒരാളുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നാല് അത് എന്തായിട്ട് മാറും? വിദ്വേഷവും വെറുപ്പുമായിട്ട് മാറും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വെറുപ്പല്ലേ ലോകത്ത് ഇത്രയധികം ക്രൂരതകൾ ചെയ്യിക്കുന്നത്? ഈ ഫലസ്തീനി മനുഷ്യരെ മുഴുവൻ ഇത്രയധികം മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലാനുള്ള അടിസ്ഥാന കാരണം എന്താ? ഹെയ്റ്റ്രഡ് ആണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്. നമ്മുടെ ഇന്ത്യയില് പിന്നെ നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ആൾക്ക് മുസ്ലിങ്ങളോടുള്ള അസൂയയും ദേഷ്യവും എത്ര ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് അയാൾ വന്ന വഴി തന്നെ അല്ലെ? വന്ന വഴി തന്നെ 2002 നടന്ന കലാപം. പക്ഷെ ഇപ്പോഴും ഒരു അവസരം കിട്ടിയാൽ മൂപ്പര് വായ തുറക്കുന്നത് ഇത്തരം വെറുപ്പും വിദ്വേഷവും പറയാനാണ്. അപ്പോൾ അസൂയക്കൊരു ഒരു 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 അതിർത്തിയില്ല, ഒരു ബൗണ്ടില്ല. അതുകൊണ്ടാണ്
ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ലോകത്ത് എല്ലാ അസുഖത്തിനും മരുന്നുണ്ട്. ഫോർ എവറി ഡിസീസ് ദർ ഇസ് എ ക്യൂർ. പക്ഷെ ചില അസുഖങ്ങൾക്ക് മരുന്നില്ല. ആ അസുഖം അങ്ങനെ മരുന്നില്ലാത്ത ഒരു അസുഖത്തിൽ പെട്ടതാണ് അസൂയ. അതിന് ഒറ്റ പരിഹാരം നമുക്ക് ചെയ്യാനുള്ളൂ, അള്ളാഹിനോട് അഭയം തേടുക. അള്ളാഹുവിനോട് അഭയം തേടുക. അത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. യു ക്യാൻ സീക്ക് അല്ലാഹ്സ് പ്രൊട്ടക്ഷൻ. അപ്പൊ ചില അസൂയകള് അങ്ങനെ നമ്മളെ വരിഞ്ഞു മുറുക്കാനുള്ള സാധ്യത കണ്ടിട്ടാണ് നമ്മളോട് എല്ലാ സന്ദർഭത്തിലും ഈ സൂറത്തുൽ ഫലഖ് പ്രത്യേകിച്ച് മുഅവ്വിദത്തൈൻ ഓതാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ അസൂയ ഒരാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് കടന്നുകൂടിയാൽ പിന്നെ അയാൾ എന്താ ചെയ്യുന്നുണ്ടാവൂല. പച്ച നുണ നമ്മളെക്കുറിച്ച് പറയാനും നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ പലതരത്തിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മള് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ സന്നിധാനത്തിൽ വെച്ചിട്ടാണ് ഇവർ ഇത് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് പറയുന്നത്. ആഹ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാം ഇവർ മുഖേന ഒരുപാട് സഹിച്ച ആളാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലേ കിണറ്റില്, പിന്നെ അടിമച്ചന്തയില്, പിന്നെ ആ പ്രഭുവിന്റെ വീട്ടില്, പിന്നെ ജയിലില് ഒക്കെ. പക്ഷെ എപ്പോഴെങ്കിലും യൂസുഫ് അലൈഹിസ്സലാം എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്തതായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെ. ഖുർആൻ ഒരു സന്ദർഭത്തിലും യൂസുഫ് അലൈഹിസ്സലാം തന്റെ പിന്നെ ഈ തന്റെ അവസ്ഥയെക്കുറിച്ച് പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, അദ്ദേഹത്തിന് കംപ്ലൈന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഖുർആനിൽ ഒരിക്കലും അദ്ദേഹം ദുഃഖിച്ചിരുന്നതായിട്ട് പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയാണ് ചെയ്തത് അല്ലെ. ആ ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവിന്റെ പാത പിൻപറ്റി. ഇതെനിക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ അല്ലെ. ആ ഒരു വർത്താനമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് ഏത് അസൂയ കാണിച്ചാലും ഏതൊക്കെ ആളുകൾ നമ്മളെ ഉപദ്രവിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹം എടുത്തു പറയാം. വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന ഒരു സ്വഭാവം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവം, അള്ളാഹുവിന്റെ ബ്ലെസ്സിങ്സിനെ നമ്മൾ എടുത്തു പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം അസൂയകളെയും അത്തരം വിദ്വേഷങ്ങളെയും വെറുപ്പുകളെയൊക്കെ മറികടക്കാൻ പറ്റും. നമുക്ക് സംഭവിക്കുന്ന വിപത്തുകളെക്കാൾ കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് അള്ളാഹു നമ്മോട് ചെയ്ത ഔദാര്യത്തെക്കുറിച്ചാണ് എന്ന ഏറ്റവും മഹത്തായ പാഠം യൂസുഫ് അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ഓരോ ഘട്ടത്തിലും യൂസുഫ് അലൈഹിസ്സലാം അതാണ് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഇവരിത് പറയുമ്പോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ നിമിഷം ഇവരെ പിടികൂടാം അല്ലെ. ഏത് ബേസിലാണ് നിങ്ങൾ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നത്, ഞാനാണ് യൂസുഫ് എന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന് പറയാം. പക്ഷെ അദ്ദേഹം അത്ര കൺട്രോൾ ആയ ഒരു ഘട്ടത്തിൽ, അത്രയും പവർ ഉള്ള ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം. ശരിക്കും വാസ്തവത്തിൽ ആ ബ്രദേഴ്സ് ഒരു പവറും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അവര് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം എന്താ ചെയ്തത്? അതാണ് ഖുർആൻ അടുത്ത് പറയുന്നത്. ഫഅസറഹ യൂസുഫു ഫീ നഫ്സിഹി. അപ്പോൾ യൂസുഫ് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഒളിപ്പിച്ചു വെച്ചു. എന്താണ് ഒളിപ്പിച്ചത്? അസറഹ, അതാണ് ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞത്. അത് അതെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദേഷ്യം, ഇവരോടുള്ള ദേഷ്യം, ആങ്കർ. കാരണം ഇത് തിളച്ചുമറിയുമല്ലോ. നമുക്ക് ഏറ്റവും കഴിവുള്ള ഒരു ഘട്ടത്തിൽ, എന്തും ചെയ്യാൻ നമുക്ക് അധികാരമുള്ള ഒരു ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരനെയൊക്കെ കുറ്റം പറയുന്ന ഈ മനുഷ്യന്മാരെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നുന്ന ഒരു ഘട്ടത്തിൽ പോലും യൂസുഫ് അലൈഹി സ്വലാം എന്ത് ചെയ്യാണ്? ആ ദേഷ്യം ഒളിപ്പിച്ചു വെക്കാണ്. പ്ലസ് സാഡ്നെസ്, അതോടൊപ്പം ദുഃഖം. ഇത്രയും ഞാൻ കടന്നു പോകുന്ന വഴികളെ കുറിച്ച് യൂസുഫ് അലൈഹി സ്വലാം ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയിട്ടുണ്ടാവും. റേജ്, ഒരു ദേഷ്യം, കടുത്ത ഒരു രോഷം അവരോട് തോന്നിയിട്ടുണ്ടാവും. ഹെയ്റ്റ്രഡ്, അവരോട് ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും. ഡിസ്ഗസ്റ്റ്, അതോടൊപ്പം ഒരു പുച്ഛം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഒറ്റ വാചകത്തിൽ അള്ളാഹു പറയാണ്, ഫഅസറഹ യൂസുഫു ഫി നഫ്സി. അത്തരം എല്ലാ വികാരങ്ങളെയും യൂസുഫ് അലൈഹി സ്വലാം എന്ത് ചെയ്തു? തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. അതായത് ഇൻഡിസ്ക്രൈബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇതിനെ ഇമാം അലൂസി അസറഹ എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ തഫ്സീറിൽ പറഞ്ഞത് ഹസാസ എന്നാണ്. ഹസാസ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം റേജ്, ദേഷ്യം അങ്ങേയറ്റം അല്ലെ. ശരിക്കും 40 വർഷം തന്റെ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരായ സഹോദരങ്ങൾ എന്തെങ്കിലും ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർക്കൊരു ചെറിയ ആനുകൂല്യം അദ്ദേഹം ചെയ്തു കൊടുക്കുമ്പോൾ തന്നെയും തന്റെ സഹോദരനെയും തന്റെ മാതാവിനെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന
ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള എക്സ്ട്രീം റേജ്, രോഷം തിളച്ചു മറിയാന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ മൃദുവായ ഒരു പറച്ചിലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അത്രയും ശക്തമായ വികാരങ്ങളെ അദ്ദേഹം ഒളിപ്പിച്ചു വച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ തന്റെ പല രൂപത്തിൽ ആ വിദ്വേഷം പ്രകടിപ്പിക്കാമായിരുന്നു. അല്ലേ? അങ്ങനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവരോട് ഒരുപാട് പിന്നെ നിങ്ങള് ശരിക്കും നിങ്ങൾ പറയുന്ന ഈ വർത്താനം എന്താ? നിങ്ങൾ ശരിക്കും നിങ്ങളെ തന്നെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ മോഷ്ടിച്ചു എന്നല്ല നിങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സഹോദരനെ മോഷ്ടിച്ചു. നിങ്ങളുടെ പിതാവിൽ നിന്ന്. സഹോദരനെ നിങ്ങൾ കൊണ്ടുപോയി കിണറ്റിലിട്ടു. സഹോദരനെ നിങ്ങൾ ഇത്രയും പ്രയാസത്തിലാക്കി. മറ്റേ സഹോദരനെ നിങ്ങൾ വീട്ടില് ധാരാളമായി ഉപദ്രവിച്ചു. ഇതൊക്കെ പറയാം. പക്ഷെ അതൊന്നും പറയാതെ അദ്ദേഹം അത് തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അവർക്കത് ആ ഒരു തന്റെ രഹസ്യത്തെ അദ്ദേഹം പുറത്തുവിട്ടില്ല. തന്റെ മനസ്സിൽ തോന്നിയ സകല വികാരങ്ങളെയും അദ്ദേഹം പിന്നെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് വേണ്ടത് നമ്മൾ ഹേർട്ട് ആവുക. നമ്മൾ പിന്നെ നമുക്ക് അവരുടെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് മുറിവേറ്റു എന്ന് തോന്നുന്നത് തന്നെ വലിയൊരു അക്കംപ്ലിഷ്മെന്റ് ആണ് ചില ആളുകൾക്ക്. അങ്ങനെയുണ്ട്. അതായത് അവരൊരു നമ്മളെക്കുറിച്ചൊരു മോശം വർത്താനം നമ്മുടെ മുമ്പിൽ ഫേസിൽ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ പറഞ്ഞു. എന്നിട്ട് അത് നമ്മൾ കേട്ടു എന്ന് വരുന്നത് തന്നെ, അങ്ങനെ കേട്ടിട്ട് നമുക്ക് മുറിവേറ്റു എന്ന് തോന്നുന്നത് തന്നെ എന്താണ്? ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ്. പക്ഷെ അതിന് യൂസുഫ് അലൈഹിസ്സലാം നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുക എന്നത് പോലും അദ്ദേഹം അവർക്ക് വകവെച്ചു കൊടുത്തില്ല. ചില മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങളാൽ നമ്മൾ തളരാതിരിക്കുക എന്നത് അവരെ തോൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ആ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മളെ ഒരാൾ അധിക്ഷേപിക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ, പരിഹസിക്കുമ്പോ, നമ്മൾക്ക് മുറിവേറ്റു എന്ന് നമ്മൾ തോന്നാതെ, അല്ലെങ്കിൽ നമുക്ക് മുറിവേറ്റിട്ടില്ല എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്നത്, അത് തന്നെ അവരുടെ നേട്ടത്തെ ഇല്ലാതാക്കി കളയും. കാരണം അവർക്ക് വേണ്ടത് എന്താ? അൾട്ടിമേറ്റ്ലി അവർക്ക് വേണ്ടത് നമ്മൾ മുറിവേറ്റു എന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറയണ? അങ്ങനെ നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ, നമ്മളെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എനിക്ക് മുറിവേറ്റിട്ടില്ല എന്ന് തോന്നിപ്പിക്കാൻ സാധിച്ചാൽ, അത് പലപ്പോഴും നമ്മുടെ വിജയം. യൂസുഫ് അലൈഹിസ്സലാം അതുകൊണ്ടാണ് ഈ ദേഷ്യം പ്രകടിപ്പിക്കാതിരുന്നത്. കാരണം അവിടെ വെച്ച് അദ്ദേഹം അത് പറഞ്ഞാൽ, കാരണം അദ്ദേഹത്തിനൊരു സ്കീമുണ്ട് അല്ലെ? എന്താ സ്കീം? ഇപ്പൊ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ആഹാ, എന്നാ പിന്നെ ഞാൻ ഇതൊക്കെ മാറ്റിവെക്കാം, ഇപ്പൊ ഇവരീ പറഞ്ഞതിനെ ഡീൽ ചെയ്യാം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ തീരുമാനിച്ചാൽ അവര് വിജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. കാരണം എന്താ? ആ വാചകത്താൽ ഇദ്ദേഹത്തിന് മുറിവേറ്റിരിക്കുന്നു എന്ന ഒരു അവസ്ഥ വരും. പെട്ടെന്ന് ഒരു പക്ഷെ അവർ പരിഭ്രാന്തരാകും. പക്ഷെ അവർക്കത് വിജയമായിട്ട് മാറും. അപ്പൊ അങ്ങനെ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്ന, ആരോപണങ്ങൾ പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് പലപ്പോഴും ശ്രദ്ധിച്ച് അതിന് മറുപടി പറയുന്നതിനേക്കാളും ഉത്തമം. കണ്ട ഫേസ്ബുക്കില് മുസ്ലിങ്ങളെ കുറിച്ച് എഴുതുന്ന എല്ലാറ്റിനും മറുപടി പറയാൻ പോകേണ്ടതില്ല. ചിലതൊക്കെ നമ്മൾ അങ്ങോട്ട് അവഗണിച്ച് വിടുന്നതാണ് അത് കെട്ടടങ്ങാൻ നല്ലത്. നമ്മൾ എല്ലാറ്റിനും മറുപടി പറയാൻ പോയാൽ അവർക്ക് വിജയം ഉണ്ടാവുക. കാരണം എന്താ? ആ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ ഇന്നലെ ഒരാൾ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളൊക്കെ ഈഴവരുടെ ശത്രുക്കളാണ്. മുസ്ലിങ്ങളൊക്കെ ഈഴവരുടെ ശത്രുക്കളാണ് എന്ന് പറയുന്ന ആൾക്ക് മറുപടി പറയാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ അവര് വിചാരിച്ച അജണ്ടയാണ് നടപ്പാവുക. മറിച്ച് അതിനെ അവഗണിച്ച് നോക്കിയ, കാരണം മൂപ്പർക്ക് ഇപ്പോ അടുത്ത വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സീറ്റ് വേണം. കാരണം കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ, ഞാൻ ആ എക്സാമ്പിൾ കുറച്ചൊന്ന് വിശദീകരിച്ച് പറയണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ കായംകുളം മണ്ഡലത്തില് മൂപ്പരുടെ പാർട്ടിക്ക് ഏറെക്കുറെ ഒരു ഭൂരിപക്ഷം കിട്ടിയ അവസ്ഥയാണ്. അപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അവിടെ ഒരു സീറ്റ് കിട്ടിയാൽ ഞാൻ ഒരു MLA ആകും. ആ MLA ആകാനുള്ള മൂപ്പരുടെ ഒരു ഏർപ്പാടാണ് പറയാ മുസ്ലിങ്ങൾ ഈഴവരും ശത്രുക്കളാണ്. ആ വാക്ക് കേട്ടിട്ട് നമ്മൾ പ്രകോപിതരായിട്ട് അയാളെ തെറി പറയാൻ പോയാൽ അയാൾ വിജയിച്ചു. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവര് ശത്രുക്കളാണ്. ഇതെന്താ തെളിഞ്ഞു. നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ നമ്മുടെ പൊതുസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് സാമാന്യ മുസ്ലിം ജനത്തിന്റെ ഒരു സ്വഭാവം ഇതാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വിരല് പിടിച്ചിട്ട്
അയാളെ തെറി പറയും. അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയിട്ട് കുറേ തെറി അങ്ങ് എഴുതും. അതോടുകൂടി അയാൾ പറഞ്ഞത് എന്താണോ അത് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പാഠം നമുക്ക് ഇതിന്ന് ലഭിക്കുന്നുണ്ട്. സോ യു ആർ നോട്ട് സപ്പോസ് ടു ആൻസർ ഈച്ച് ആൻഡ് എവറി അലിഗേഷൻ ഓർ ഈച്ച് ആൻഡ് എവറി അക്യൂസേഷൻ പീപ്പിൾ ഡയറക്റ്റ് അറ്റ് യു. സംടൈംസ് by keeping silence, by being mute, it's a better response to so many of accusations. നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരുപാട്, പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ. ചില സന്ദർഭങ്ങളിൽ മറുപടി പറയേണ്ടി വരും. അതും യൂസുഫ് അലൈഹി സ്വലാം പറയുന്ന മറുപടി പോലെ. എപ്പോ? ഇതിന്റെ അവസാനം ഒരു മറുപടി പറയുന്നുണ്ട്. ഈ സംഭവത്തിന്, ഈ സ്റ്റോറിയുടെ അവസാനം ആ മറുപടി ആയിരിക്കും ഒരു പക്ഷെ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് നമ്മൾ പറയുന്ന മറുപടികളെക്കാളും ഏറ്റവും മനോഹരമായ മറുപടി, ഏറ്റവും നിർമ്മാണാത്മകമായ മറുപടി. അതാണ് വാസ്തവത്തിൽ യൂസുഫ് അലൈഹി സ്വലാം നമ്മൾ. അപ്പൊ ഫഅസറഹ യൂസുഫു ഫി നഫ്സിഹി എന്ന് പറയുന്നത് നമുക്കുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രൊഫൗണ്ട് ലെസൺ ആണ്. അത് യൂസുഫ് അലൈഹി സ്വലാം തന്റെ മനസ്സിൽ അത് ഒളിപ്പിച്ചു വെച്ചു. എന്താണ് ഒളിപ്പിച്ചത്? ഇപ്പറഞ്ഞ എല്ലാ വികാരങ്ങളും, ദേഷ്യം, വെറുപ്പ്, അവരോട് തോന്നിയ പുച്ഛം, അവരോട് തോന്നിയ അങ്ങേയറ്റത്തെ രോഷം, സങ്കടം, നിരാശ, ഇതൊക്കെ അദ്ദേഹം ഒളിപ്പിച്ചു. വലം യുബ്ദിഹാലഹും, അദ്ദേഹം അത് അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയില്ല. അതൊരു റിപ്പീറ്റേഷൻ ആണ്, ഞാൻ പറഞ്ഞു. പക്ഷെ ആ റിപ്പീറ്റേഷന് പല മീനിങ് ഉണ്ട്. ഒരു മീനിങ് എന്താന്ന് വെച്ചാല്, ഇദ്ദേഹത്തിന് ഇത് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പറയാൻ തോന്നി വീണ്ടും, അല്ലെ? എത്ര ഒളിപ്പിച്ചാലും ചിലത് നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല, ചിലത് സഹിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ പോലും പറഞ്ഞു പോകും. അങ്ങനത്തെ വെറുപ്പിന്റെ വർത്തമാനം അപ്പുറത്തുനിന്ന് വരിക, അങ്ങനത്തെ നുണയാണ് അപ്പുറത്തുനിന്ന് വരിക. പക്ഷെ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹം കടിച്ചമർത്തി എന്നാണ് അതിന്റെ അർത്ഥം. കാളിമീനൽ ഗൈൽ എന്ന് പറഞ്ഞിട്ടില്ലേ ഖുറാനിൽ? അവര് ദേഷ്യം കടിച്ചമർത്തുന്നവരാണ്. ഇതുപോലെ അദ്ദേഹത്തിന് തോന്നിയ സകല നിഷേധാത്മക വികാരങ്ങളും അദ്ദേഹം കടിച്ചമർത്തി. അതാണ് ഫലം യുബ്ദിഹാലഹും എന്ന് രണ്ടാമത് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഒരർത്ഥം അതാണ്. അതായത് ആ ഇമോഷൻ, അദ്ദേഹത്തിന്റെ ഇമോഷൻ അനുസരിച്ചാണ് അദ്ദേഹം അപ്പൊ പ്രവർത്തിച്ചതെങ്കിൽ അതെന്ത് ചെയ്യും? അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കും. അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം രണ്ടാമത് തന്റെ മനസ്സിൽ തികട്ടി വന്ന സകല മറുപടികളെയും, അവരോട് പറയാൻ തോന്നിയ എല്ലാ മറുപടികളെയും അദ്ദേഹം അടിച്ചമർത്തി എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആൻസർ ഉണ്ട് ഇവർക്ക് പറയാൻ. അപ്പൊ പറയാൻ വേണ്ടി വന്ന ഒരു ആൻസർ, ആ ആൻസർ അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് അടുത്തത് അദ്ദേഹം മനസ്സിൽ പറയുന്ന വാചകം. മനസ്സിലാവുണ്ടോ? അതായത് അവർക്ക് കൊടുക്കാൻ വെച്ച മറുപടി അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും ഇങ്ങോട്ട് തോന്നി, ആ മറുപടി പക്ഷെ അദ്ദേഹം അവരോട് പറഞ്ഞില്ല. ആദ്യത്തെ അർത്ഥം, അദ്ദേഹത്തിന്റെ സകല ദേഷ്യവും അണപൊട്ടി ഒഴുകുന്ന ഒരു ഘട്ടത്തിൽ അത് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു. രണ്ടാമത്തെ അർത്ഥം, അവർക്ക് കൊടുക്കാൻ വന്ന ഒരു പ്രതികരണം, ഒരു മറുപടി, ഒരു ആൻസർ, അദ്ദേഹം അതിനെ അടിച്ചമർത്തി വെച്ചു. കാരണം ഇപ്പോ ശരിക്കും നോക്കൂ, ഈ സിറ്റുവേഷനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ ചിലതൊക്കെ പ്രതികരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു കുട്ടി നമ്മളോട് ദേഷ്യമുള്ള ഒരു സമയത്ത് ഒരു കുട്ടിയോട് നമ്മൾ മോനെ ആ ടേബിൾ ഒന്ന് തുടച്ചെന്ന് പറഞ്ഞാൽ അവൻ ആ എന്നൊക്കെ പറയും. അപ്പൊ അവന്റെ ഉള്ളിൽ പറയുന്നത് ഈ പാപ്പ എന്ത് ഇഡിയറ്റാ, ഈ പാപ്പ സ്റ്റുപ്പിഡ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവൻ പറയാം. പക്ഷെ അവൻ അത് വർത്താനത്തിൽ പറയൂല. പിന്നെയോ ഓ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരു രഹസ്യമായിട്ട് പറയും. പക്ഷെ എന്താ നീ പറഞ്ഞെന്ന് ചോദിച്ചാൽ അവൻ പറയേയില്ല. പക്ഷെ എന്തോ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. അതെപ്പോഴാണ്? ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ്. ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ പറയും. പക്ഷെ ആ പറഞ്ഞത് ഫലം യുബ്ദിഹ, അവർ വെളിപ്പെടുത്തൂല. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാം ചെയ്യുന്നത് എന്താ? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഇവിടെ ശരിക്കും പേടിക്കുന്നത് അവരാണ്. അതൊരു വലിയ സബറാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ഇറ്റ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ലെവൽ ഓഫ് സബർ ദാറ്റ് യൂസുഫ് അലൈഹി സ്വലാം ഷോൺ. വളരെ അത്ഭുതമാണ് യൂസുഫ് അലൈഹി സ്വലാമിയുടെ കാര്യം, അല്ലെ? അദ്ദേഹം എവിടെയൊക്കെ ക്ഷമിച്ചത്? വാപ്പാടെ അടുത്ത് വിളിച്ചുകൊണ്ടുപോയപ്പോൾ ക്ഷമിച്ചു, കിണറ്റിലിട്ടപ്പോൾ ക്ഷമിച്ചു, അടിമച്ചന്തയിൽ വിറ്റപ്പോൾ ക്ഷമിച്ചു, ആ പ്രഭുവിന്റെ കൊട്ടാരത്തിൽ വേലക്കാരനെ പോലെ, അടിമയെ പോലെ വേലെടുക്കേണ്ടി വന്നപ്പോൾ ക്ഷമിച്ചു, ആ പെണ്ണുമ്പിള്ള കയറി പിടിച്ചപ്പോൾ ക്ഷമിച്ചു, അതിനുശേഷം ജയിലിൽ പോയപ്പോൾ ക്ഷമിച്ചു. ഇപ്പോഴത്തെ ക്ഷമയോ? പ്രതികാരം ചെയ്യാനുള്ള എല്ലാ കൺട്രോളും എല്ലാ പവറും ഉള്ളപ്പോൾ ഒരു ക്ഷമ. ക്ഷമയുടെ എന്താ പറയാ, നമ്മൾ പറയുമല്ലോ ക്ഷമയുടെ മൂർത്തിഭാവം എന്നൊക്കെ. മൂർത്തിഭാവം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതൊരു ഷിർക്കൻ പ്രയോഗമാണ്. പക്ഷെ മലയാളത്തിൽ
നെല്ലിപ്പണി എന്നല്ല, ക്ഷമയുടെ ഏറ്റവും ഉത്തമമായ ഒരു അവസാനം ഭാവപ്രകടനം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇങ്ങ് പോരട്ടെ. അല്ല, അവസാന പടി എന്നുള്ളത് നെല്ലിപ്പടി വരാം. ആ കിണറിന്റെ ഏറ്റവും അതല്ല അവസാനത്തെ ഉദ്ദേശിച്ചത്. ക്ഷമയുടെ നെല്ലിപ്പണി എന്നുള്ളതല്ല, ക്ഷമയുടെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം. ഇത്രയും മനുഷ്യന് ക്ഷമിക്കാൻ കഴിയോ എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്ന ഒരു ക്ഷമ. ഡിഫറെന്റ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലെവൽ ഓഫ് സബർ, ഒരു യുണീക്ക് എക്സ്പ്രഷൻ ഓഫ് സബർ. ഇങ്ങനെ ക്ഷമിക്കാൻ അധികം ആളുകൾക്കും കഴിയില്ല. കാരണം ഈ ഒരൊറ്റ വാചകം മതി നമ്മളൊക്കെ പൊട്ടിത്തെറിക്കാൻ, അല്ലെ? ആഹാ, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ മാതാവിൽ നിന്നുള്ള സഹോദരന് മോഷ്ടിച്ചിട്ടുണ്ട്. സഹോദരനെ കുറിച്ച് മാത്രമല്ല, ഉമ്മാനെയും ചേർത്താ പറയുന്നത്. എന്റെ ഉമ്മാനെ പറഞ്ഞ എന്നാ ഞാൻ കാണിച്ചു തരാം, എന്റെ വാപ്പാനെ പറഞ്ഞ എന്നാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഞങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞോ, ഞങ്ങളുടെ അപ്പോ ഇറ്റ്സ് എ ഡിഫറെന്റ് ലെവൽ ഓഫ് സബർ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലമൻ സബറ വഗഫറ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. വലമൻ സബറ, ആര് ക്ഷമിക്കുന്നുവോ, വഗഫറ, എന്നിട്ട് പുറത്തു കൊടുക്കുന്നുവോ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൃഢമായ തീരുമാനം. അതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ എപ്പോഴാ? നിങ്ങൾക്ക് പവർ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഒരു പവറും ഇല്ലാതെ ക്ഷമിക്കുന്നത് അത് നിസ്സഹായതയാണ്, അല്ലെ? ഒന്നും, നമ്മൾ വളരെ ദുർബലമായ അവസ്ഥയിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരാളുടെ, കുത്തുബുദ്ദീൻ അൻസാരിയുടെ ചിത്രം ഓർമ്മയില്ലേ? 2002 ഗുജറാത്ത് കലാപത്തിൽ. ആ ക്ഷമ നിസ്സഹായതയുടെ ക്ഷമയാണ്. എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് പവർ ഉണ്ടാകുമ്പോൾ, നമുക്ക് റിവഞ്ച് എടുക്കാനുള്ള അതിലെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ അപ്പോഴത്തെ അവസ്ഥ എന്താ? മിനൽ അർളി ഹൈസു നശ, എവിടെ, ആ ഭൂമിയിൽ, ആ മിസ്റിലെ എല്ലാ ഭാഗത്തും ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉള്ളപ്പോ അദ്ദേഹം ക്ഷമിക്കുകയാണ്. ഏത് തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളപ്പോൾ അദ്ദേഹം ക്ഷമിക്കണം. സോ എല്ലാ വശത്തിലൂടെയും യൂസുഫ് അലൈഹി സ്വലാമിയുടെ ക്ഷമയെ അള്ളാഹു പരീക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ? ഫലം യുബദിഹാലഹു, അതൊന്നും അവരുടെ മുമ്പിൽ പറഞ്ഞില്ല. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു അൻതും ഷർറും മക്കാൻ. എന്താ അദ്ദേഹം പറഞ്ഞത്? മനസ്സിലാ പറഞ്ഞത്, അവരോട് പോലുമല്ല. അവരോടൊരു ഫേസ് പോലും കാണിച്ചിട്ടില്ല. അൻതും ഷർറും മക്കാനൻ, അൻതും ഷർറും മക്കാനൻ. അതിന്റെ വാക്കർത്ഥം നിങ്ങൾ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് മലയാളത്തിൽ വളരെ ദുർബലമായ, നമ്മുടെ സാധുവായ ഒരു ട്രാൻസ്ലേഷനാണ് അൻതും ഷർറും മക്കാനൻ. അതിന് പല മീനിങ് ആകാം. ഒന്ന്, യു ആർ ഇൻ ബിഗർ ട്രബിൾ. വാസ്തവത്തിൽ നിങ്ങളുടെ സഹോദരനല്ല ഒരു മോശം അവസ്ഥയിലായിട്ടുള്ളത്, മറിച്ച് നിങ്ങളാണ് ഏറ്റവും മോശമായ അവസ്ഥയിൽ ഇപ്പൊ ആയിട്ടുള്ളത് എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, യു ആർ ഫാർ മോർ ഈവിൾ. ശരിക്കും വാസ്തവത്തിൽ നിങ്ങൾ സഹോദരനെ കുറിച്ചാണല്ലോ ഒരു കുറ്റം ചെയ്തതായിട്ട് കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനേക്കാളും വലിയ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളൊരു മകനെ തന്നെ മോഷ്ടിച്ചു. ഒരു പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന്, ഒരു പിതാവിന്റെ സംരക്ഷണത്തിൽ നിന്ന്, ആ പിതാവിന്റെ മടിത്തട്ടിൽ നിന്ന് ഒരു മകനെ മോഷ്ടിച്ച് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ നിങ്ങൾ, യു ആർ ഫാർ മോർ ഈവിൾ. ഇതാണ് അൻതും ഷർറും മക്കാൻ എന്ന് പറഞ്ഞ മറ്റൊരർത്ഥം. മൂന്നാമത്തെ അർത്ഥം, ഞാൻ വിചാരിച്ചത് നിങ്ങൾ കുറച്ചൊക്കെ നന്നായിട്ടുണ്ടെന്നാണ്. പക്ഷെ നിങ്ങൾ മുമ്പുള്ള അവസ്ഥയെക്കാളും മോശമായിരിക്കണം ഇപ്പോ. അന്ന് നിങ്ങൾ പിന്നെ പിതാവിന്റെ അടുത്ത് ഒരു മകനെ മോഷ്ടിച്ച് ജയിലിലേക്ക് ഇട്ടു, അല്ല കിണറ്റിൽ കൊണ്ടുപോയിട്ടു, ശരിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയിട്ടുണ്ടാവും എന്നാണ്. പക്ഷേ യു ആർ വേഴ്സ് ദാൻ യു വെയർ ബിഫോർ. ഇതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ആ അവസ്ഥയേക്കാളും മോശമാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു കഴിവുമില്ല. യു ആർ പവർലെസ്. നിങ്ങളുടെ പിതാവിനോട് വലിയ പടച്ചോനെ മുൻനിർത്തി കരാർ ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രദറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ആ ബ്രദറിനെ തിരിച്ച് സംരക്ഷണത്തിൽ കൊണ്ടുപോകണം എന്ന വിചാരം പോലും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ആ ബ്രദറിനെ കൈയൊഴിയാണ്. സോ യു ആർ ഫാർ മോർ വേഴ്സ്. അങ്ങനെ മൂന്നർത്ഥമുള്ളത് കേട്ടാ. അപ്പോ യു ആർ സ്റ്റിൽ ഇൻസൾട്ടിങ് മീ. ഇപ്പോഴും നിങ്ങൾ, കാരണം ആലോചിച്ച് നോക്ക്, ശരിക്ക് അവർക്കറിയാലോ ഞങ്ങൾ ആരെക്കുറിച്ച് പറയുന്നത്, യൂസുഫിനെ കുറിച്ചാണ്. എപ്പോഴാണ് നമ്മൾ യൂസുഫിനെ കൈകാര്യം ചെയ്തത്? 40 വർഷം മുമ്പാണ്. ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ കൈകാര്യം ചെയ്ത അതേ യൂസുഫിനെ കുറിച്ച് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അൻതും ഷർറും മക്കാനൻ, നിങ്ങൾ വല്ലാത്തൊരു മോശം അവസ്ഥയിലാണ് കേട്ടോ എന്നാണ് പറയുന്നത്. ഓക്കെ,
റുബ്ബ ഖൗലിൻ അഷദ്ദു മിൻ സൗലിൻ എന്നുണ്ട്. അറബിയിലൊരു ചൊല്ല്. എത്ര എത്ര വാക്കുകളാണ് ചില പ്രവർത്തനങ്ങളെക്കാൾ വളരെ മോശം, കഠിനമാണ്, പൗരുഷമാണ് വാക്കുകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പവർ ഓഫ് വേർഡ്സ്. നിങ്ങൾ ചിലപ്പോൾ ഒരു കത്തിയെടുത്ത് കുത്തിയാൽ അത്ര വേദന ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അത് വളരെ മോശമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പഴഞ്ചൊല്ല്. പിന്നെ അദ്ദേഹം പറയുന്നത് വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ. അത് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എൻഡിങ് ആണ് ആ സിറ്റുവേഷന്റെ. അതായത് ദ കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് ഡിസ്ക്രിപ്ഷൻ യു ആർ കമ്മിങ് അപ്പ് വിത്ത്. നിങ്ങൾ ഓരോ കാര്യത്തിനും പുതിയ പുതിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രചനാത്മകമായിട്ടുള്ള നുണ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് വല്ലാഹു അഅലമു, അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അപ്പൊ ഈ വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ നുണയിലാണ് ജീവിച്ചത്. നിങ്ങളുടെ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് യൂസുഫിനെ കുറിച്ച് പേര് അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പേര് പറയാതെ ലമീർ ആണ് ഉപയോഗിക്കുക, പ്രൊനൗൺ ആണ് ഉപയോഗിക്കുക. പക്ഷെ ഇതിന്റെ തൊട്ടുമ്പത്തെ ആയത്തില് 76-ാമത്തെ ആയത്തിൽ അള്ളാഹു പേര് പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞ കെദാലിക്ക കിദ്നാലി യൂസുഫ്, അപ്രകാരം നാം യൂസുഫിന് വേണ്ടി തന്ത്രം പ്രയോഗിച്ചു. അപ്പൊ പിന്നെ ഈ സ്വാഭാവികമായിട്ടും ഈ ആയത്തിൽ യൂസുഫിന്റെ പേര് പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെയാണ് ഖുർആന്റെ ഒരു ശൈലി. പക്ഷെ ഇവിടെ ഫഅസറഹ യൂസുഫു ഫീ നഫ്സിഹി, യൂസുഫ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഒളിപ്പിച്ചു വെച്ചു എന്ന് അദ്ദേഹം വീണ്ടും പേരെടുത്ത് പറഞ്ഞു. എപ്പോഴാണെന്നറിയോ അങ്ങനെ പറയാ? അങ്ങനെ പറയുന്നത് അള്ളാഹു ഒരർത്ഥത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഹൈ ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എടുത്തു പറയുമ്പോഴാണ് ആ പേര് പറയുന്നത്. പലപ്പോഴും അങ്ങനെയാണ് പ്രവാചകന്മാരെ പറയുമ്പോൾ. പിന്നെ ഖുറാന്റെ കഥ പറച്ചിലിന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു സ്റ്റൈല് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ആ പേര് പറയുമ്പോൾ അങ്ങനെ തന്നെയുള്ള നമ്മൾ മനുഷ്യന്മാരും അങ്ങനെയാണല്ലോ. എപ്പോഴാണ് നമ്മൾ പേര് പറയാ ഒരാളുടെ? അയാളോട് കുറച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അടുപ്പം തോന്നുന്ന ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നീ അല്ലേ എന്നൊക്കെയാണ് പറയാ. പക്ഷെ വല്ലാതെ സ്നേഹം തോന്നുമ്പോൾ നമ്മൾ പേര് വിളിക്കുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് വിളിക്കും അല്ലേ. എല്ലാവരുടെയും ശരിക്കുള്ള പേരിനേക്കാൾ അപ്പുറം പലതരം ഇഷ്ടത്തിൽ വിളിക്കുന്ന പേരുകൾ ഉണ്ടാവും. അതെപ്പോഴാ വിളിക്കുക? വല്ലാതെ ഇഷ്ടം തോന്നുമ്പോൾ. ഇവിടെ അള്ളാഹും ചെയ്യുന്നത് അതാണ്. ഫഅസറഹ യൂസുഫു ഫീ നഫ്സ്, യൂസുഫ് തന്റെ മനസ്സിൽ തോന്നിയ ആ വികാരങ്ങളൊക്കെ, അതായത് ആ ഒരു ക്വാളിറ്റി എടുത്തു പറയണം അള്ളാഹു കേട്ടാ. അവർ ചെയ്ത ഇത്രയും ക്രൂരമായ ഒരു ഗൗരവപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന്റെ മുമ്പിൽ ഇത്രയും ഒട്ടും അത് വിഴുങ്ങാൻ പ്രയാസമില്ലാത്ത അങ്ങനത്തെ ഒരു അല്ല, വിഴുങ്ങൽ എളുപ്പമല്ലാത്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹം പരമാവധി ചെയ്തത് ഇങ്ങനെ പറയുക ചെയ്ത്, അന്തും ഷർറും മക്കാനൻ വല്ലാഹു അലമു ബിമാ തസിഫുൻ. വാസ്തവത്തിൽ ഇവർ ഈ യൂസുഫ് അലൈഹി ഇസ്ലാമെ കുറ്റപ്പെടുത്തിയ സംഗതി ശരിക്കും യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യേണ്ടതല്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം എന്താ? കാരണം യൂസുഫ് അലൈഹി ഇസ്ലാം ഒരു പൊസിഷനിലായിരിക്കുന്നത് അല്ലെ. ആ രാജ്യത്തിലെ ഭരണാധികാരിയാണ്. അപ്പൊ അവര് ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം പിന്നീട് ഇനി അവസാനം ഈ യൂസഫാണ് ഇത്, ഇവര് സഹോദരങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ അർത്ഥം ആളുകൾ ചിന്തിക്കുമല്ലോ. കാരണം ഇത് പബ്ലിക്കായിട്ടാ പറയുന്ന. ആളുകൾ ചിന്തിക്കുമല്ലോ, അന്ന് അവർ പറഞ്ഞത് ഇവരുടെ സഹോദരൻ മോഷ്ടിച്ചിട്ടുണ്ടെന്നല്ല, അതിന്റെ അർത്ഥം നമ്മുടെ ഭരണാധികാരി ഒരു മോഷ്ടാവായിരുന്നു എന്നല്ലേ. അപ്പൊ ആ പേര് ക്ലിയർ ചെയ്യാൻ അവിടെ അദ്ദേഹം വേണ്ടത് എന്താ? അത് അപ്പൊ തന്നെ വിചാരണ ചെയ്യാണ് വേണ്ടത്. പക്ഷേ അദ്ദേഹം അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം യു ഡോണ്ട് നീഡ് ടു പ്രൂവ് യുവർ സെൽഫ് ടു എവരി വൺ. ചിലതൊക്കെ അള്ളാഹ് ഏറ്റെടുത്തോളും. നമ്മൾ ചിലത് തെളിയിക്കാൻ പോയാൽ, ഇവരോട് ഇപ്പൊ തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ എവിടെയാ മോഷ്ടിക്കുന്നത് കണ്ടത് എന്ന് ചോദിക്കുന്നതാണോ നല്ലത്? അല്ല, വല്ലാഹു അലമു ബിമാ തസിഫൂൻ, നിങ്ങൾ ഈ പറയുന്നതിനെ കുറിച്ച് അള്ളാഹ് അറിയണം. കാരണം ചെറിയ ഒരു പ്രായത്തിൽ വളരെ കുറഞ്ഞൊരു കാലം ഇവരുടെ ഒപ്പം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഒരു മോഷ്ടാവായിരുന്നോ അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവം. ആ രാജ്യത്ത് മുഴുവൻ നല്ല പേരുള്ള ഒരാളാണ് യൂസുഫ് അലൈഹി സ്വലാം. ഇതുവരെ അല്ലെ സാദിഖീൻ, മുഹ്സിനീൻ എല്ലാവരും എന്നാ നറാക മിനൽ മുഹ്സിനീൻ, ആ ജയിൽവാസികൾ പോലും അദ്ദേഹത്തോട് പറഞ്ഞെന്താ, ഞങ്ങള് താങ്കളെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കാണുന്നു എന്നാണ്. ആ പിന്നെ വീട്ടിൽ നടന്ന സംഭവത്തിൽ പറഞ്ഞെന്താ, അത് ആ ഒരു തെളിവ് ഉപയോഗിച്ചിട്ട് പറഞ്ഞത് വൈൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. അപ്പൊ സാദിഖ്, മുഹ്സിന്, സബർ ഇതൊക്കെ തെളിയിക്കപ്പെട്ട ഒരു വ്യക്തി ഇവരിങ്ങനെ ഒരു വർത്തമാനം പറയുമ്പോഴേക്കും അതിന്റെ പേരിൽ അവരെ വിചാരണ ചെയ്യുകയാണോ അല്ലെങ്കിൽ അവർ ആ അലിഗേഷൻ നിഷേധിക്കുകയാണോ വേണ്ടത്? അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കലാണോ? അവിടെയാണ്
ബുദ്ധിപൂർവമായ തീരുമാനം അദ്ദേഹം എടുത്തത്. ഇത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. മീൻസ് നമുക്കതിനുള്ള ലെസൺ എല്ലായിടത്തും നമ്മൾ നമ്മളെ പ്രൂവ് ചെയ്യാൻ പോകേണ്ടതില്ല. ചിലതൊക്കെ അത് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ചിലത് നമ്മളുടെ ക്വാളിറ്റി, നമ്മുടെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ, നമ്മളുടെ പിന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് ലവ്, സെൽഫ് കൺവിക്ഷൻ നമുക്കുണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ പ്രൂവ് ഇറ്റ് സെൽഫ്. അത് സ്വയം തന്നെ തെളിഞ്ഞുകൊള്ളും. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ. നോക്കൂ, ആ പ്രയോഗത്തിന്റെ ഒരു റിപ്പിറ്റേഷൻ നോക്കൂ. ഇവര് യൂസുഫ് അലൈഹി ഇസ്ലാമെ കിണറ്റിലിട്ടിട്ട് പിതാവിനോട് പോയി പറഞ്ഞല്ലോ, എന്താണ്? അക്കലഹുദ്ദീബ്, അല്ല, ചെന്നായ തിന്നു. അതിനെക്കുറിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞെന്താ? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത് എന്താ? വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ കൊണ്ടുവന്ന ഈ കെട്ടിച്ചമച്ച ക്രിയേറ്റീവ് ആയിട്ടുള്ള കള്ളത്തെ ഞാൻ ഇപ്പോൾ പൊളിക്കുന്നില്ല. കാരണം ഇത് എനിക്ക് സഹായം തേടാനുള്ളത്, എനിക്ക് അത് പൊളിക്കാനുള്ള കഴിവില്ല. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം അതൊരു നിസ്സഹായ അവസ്ഥയിൽ അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, യൂസുഫ് അലൈഹി സ്വലാം ഏറ്റവും കഴിവുള്ള ഒരവസ്ഥയിലും ഇത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിന്റെ മറ്റൊരു ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ, ആ വാചകത്തിന്റെ മറ്റൊരു ബ്യൂട്ടി എന്താന്ന് വെച്ചാല്, യാക്കൂബ് നബി അലൈഹി സ്വലാമയും യൂസുഫ് അലൈഹി സ്വലാമയും എത്ര കാലം ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടാവും? നമ്മുടെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഏജ് ഒക്കെ വെച്ചിട്ട് കണക്കൂട്ടിയാൽ ഒരു 10 വർഷം, അതിൽ കൂടുതൽ ജീവിച്ചിട്ടില്ല, അല്ലെ? 10 വയസ്സ് വരെയൊക്കെ യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് അലൈഹി സ്വലാമോട് പരമാവധി ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് യാക്കൂബ് അലൈഹി സ്വലാം പറഞ്ഞ വാചകം അതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ സഹോദരങ്ങളോട് വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാം അവിടെ ഇല്ലല്ലോ. കാരണം അദ്ദേഹം കിണറ്റിലാണ്. അപ്പോ അതേ വാചകം ഇപ്പോ ഇവരുടെ ഈ കള്ളത്തരത്തില് ഇവർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യാക്കൂബിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ പദങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ, അതിപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. അപ്പൊ അതിന്റെ മറ്റൊരർത്ഥം, നിങ്ങൾ എന്നെ എൻ്റെ പിതാവിൽ നിന്ന് അകറ്റി, പക്ഷേ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അകലെയല്ല. നിങ്ങൾ എന്നെ എൻ്റെ പിതാവിൽ നിന്ന് അകറ്റി, പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ഒട്ടും അകലെയല്ല. ആത്മീയമായി ഞാൻ അദ്ദേഹത്തോട് ചേർത്ത് നിൽക്കുന്നു. അതിൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ള ലെസൺ എന്താന്ന് വെച്ചാല്, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സംഗതി ചെറുപ്പത്തിൽ, പ്രത്യേകിച്ച് ആ 10 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 7 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ അടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സംഗതി ജീവിതകാലം മുഴുവൻ അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് അതേ വിചാരം വെച്ചു പുലർത്താൻ അവരെ തുണക്കുമെന്നുള്ളതാണ്. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ അള്ളാഹുവുമായിട്ട് മാതാപിതാക്കൾ കുട്ടികളിൽ ഉണ്ടാക്കണം. എത്ര അവർ വലുതായാലും ആ കണക്ഷനെ കുറിച്ച് നമ്മൾ ബോധേഡാവണം. അവർ വലുതായി എന്ന് വിചാരിച്ച് പറയാതിരിക്കണമെന്നില്ല. ഒരു പക്ഷെ അവർ നമ്മുടെ ഉപദേശം കേൾക്കാൻ നിന്നു വരില്ല, പക്ഷെ എന്നാലും നമ്മൾ പറയണം. കാരണം മാതാപിതാക്കൾ അത് പറയുമ്പോൾ ആ സംഗതി അവരുടെ മനസ്സിൽ എത്ര വലുതായാലും ഉണ്ടാവും. എപ്പോൾ നമ്മൾ പറഞ്ഞാലും ആ ഒരു കണക്ഷൻ, ആ നമ്മളിപ്പോൾ അവർക്ക് ഭൗതികമായി ഫിസിക്കലായിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു, അവരുടെ ഫീസ് കൊടുക്കുന്നു, അവർക്ക് പിന്നെ വേണ്ട മറ്റ് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, അവരെ ടൂർ കൊണ്ടുപോകുന്നു, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ആ ഒരു കണക്ഷൻ, ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, ഒരു ജെന്യൂയിൻ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. അത് ചെറുപ്പത്തിലെ തന്നെ ശ്രമിക്കണം. വളരെ ചെറുതായിരിക്കുമ്പോൾ മുതൽ അള്ളാഹു ആ കണക്ഷൻ നമ്മളുമായിട്ടുള്ള, നമ്മുടെ ജീവിതവുമായിട്ടുള്ള കണക്ഷൻ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാലാകാലം ഉണ്ടാകും. അതൊരു ദ ബെസ്റ്റ് ഇംപ്രിന്റ് യു ക്യാൻ ലീവ് ഇൻ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന, അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് അത് മാറണം എന്നുള്ളതാണ്. അതാണ് തൻ്റെ പിതാവിൽ നിന്ന് താൻ പഠിച്ച അതേ വാചകം യൂസുഫ് അലൈഹി സ്വലാം ഇവിടെ അവരോട് തന്നെ പറയാണ്, വല്ലാഹു അലം. അത് ശരിക്കും അവരോട് അങ്ങനെ പുറത്തായിട്ട് പറയുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് അദ്ദേഹം പറയാണ്, വല്ലാഹു അലമു ബിമാ തസിഫൂൻ. നിങ്ങൾ ഈ പറയുന്ന സംഗതിയെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അള്ളാഹുവാണ്. ഞാനിത് പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ ഈ ആരോപണത്തെ തള്ളിക്കളയാനോ സ്ഥിരീകരിക്കാനോ ഒന്നും പോകുന്നില്ല, മറിച്ച് ഇത് അള്ളാഹ് ഏറ്റെടുത്തോളും. ചില കാര്യങ്ങൾ നമ്മൾ
അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്ന ഒരു പാഠം കൂടി അതിലുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഈ ആയത്തിൽ നിന്ന് 77 ആയ നമ്പർ 77 നിന്ന് പഠിച്ചത്. ഇൻഷാ അള്ളാ. പെട്ടെന്ന് വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എനി ഡൗട്ട്സ്? ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അതിൽ നിന്നുള്ള വളരെ ഡീപ്പായിട്ടുള്ള ആ പാഠങ്ങൾ, അള്ളാഹു നമുക്ക് പകർന്നു നൽകുന്ന പാഠങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയൻ വലാ മഹ്റൂമ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم اجعله دليلنا إلى جناتك جنات النعيم. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.